ഞാനാ ക്ഷണിക്കാൻ പോവുക ഇവിടുന്ന് കാർമണ അമ്പലത്തിൽ ഉത്സവത്തിൽ അല്ലേ അധികവും ഞാനാ പോവുക. പിന്നെ അച്ഛൻ തന്നെ പറയും ബാലമാഷേ പിന്നെ എന്നാ വീട്ടിലൊന്നുമില്ലല്ലോ. അന്ന് നേരിട്ട് പോയിട്ടാ ക്ഷണിക്കുക. അന്ന് പോകണമെന്നൊന്നുമില്ല, അല്ലെങ്കിൽ കത്തയക്കുക. കത്തയക്കാനൊന്നും ഇപ്പോൾ ഇവിടേക്ക് ഒന്ന് പോയി വരാൻ അത്ര ഞെരുക്കല്ലോ, അടുത്തല്ലേ. പത്മനാഭൻ നായരാശാന്, രാമൂർത്തി നായരാശാന്, കുമാരൻ നായരാശാന്, ഇവരൊക്കെ ഞാൻ ചോദിച്ചത് കൃഷ്ണൻകുട്ടി ഭൂതാളെ കവളപ്പാറ പോയിട്ട് അവിടെ ഇരുന്നായിരുന്നു. ഇവിടെയാണ് തറവാട് ഉള്ളനടി. അവിടെ ഭാര്യയുടെ വലിയ കേമായിട്ടൊരു സ്ഥലം ഉണ്ടായിരുന്നു, അവിടെ ഇരുന്നായിരുന്നു. കവളപ്പാറ കൊട്ടാരത്തിൻ്റെ തൊട്ടത്. അപ്പോൾ ഞാനാ പോവുക. അതിൽ ഞാൻ കുൽപ്പണം കുമാരൻ നായരാശാൻ്റെ അടുത്തേക്ക് പോകാനാണ് ഒരു ശങ്ക. എനിക്ക് ഉണ്ട്, ഒരു പേടി തന്നെയാണത്. പേടി എന്ന് പറഞ്ഞാൽ ഇപ്പം പറഞ്ഞില്ല, ഒരു അങ്കലാതെ പേടിയല്ലാതെ. അതെ, പേടിയല്ലാതെ ആകപ്പാടെ പരിഭ്രമം. മൂപ്പര് ഈ എല്ലാത്തിലും കൂടണ ഒരാളല്ല. കഥകളിയുള്ള മൂപ്പർക്ക് അതേ പറയും ചെയ്യും. അപ്പോൾ അതൊന്നും പറയാതെ ഇരുന്നാൽ മതി. അങ്ങോട്ട് എന്നാ കാര്യം പറഞ്ഞ് ഇങ്ങോട്ട് പോരാം വേഗം ചെന്നാൽ മര്യാദ. എന്നെ ഒരു പ്രത്യേകത എന്താ വിരിക്കുന്നത് അത് പറഞ്ഞപ്പോൾ ഏറുമോ. പിന്നെ പട്ടിക്കാന്തോടി ഗുരുനാഥൻ്റെ ഭാര്യയുടെ അവിടുത്തെയാണ് ഞാൻ. ഇവരിലൊക്കെ ഗുരുനാഥൻ പട്ടിക്കാന്തോടിയാണ്. അതെ. അപ്പോൾ ഈ കഥ ഇവർക്ക് അറിയാം. അപ്പം ചെറിയൊരു കാര്യം അവർക്ക് തന്നെയുണ്ട്. രാമൂർത്തി ആശാനുണ്ട്, പിന്നെ പത്മനാഭൻ ഇവനുണ്ട്, മകനാണ്. പിന്നെ അപ്പോൾ അവിടുന്ന് ഇങ്ങോട്ട് പോരാം. ഒരു തവണ ഞാനും കേശവേട്ടനും പിന്നെ മാധവൻ കുട്ടി അതിൽ വെച്ചാൽ കുടി എന്നാ കുട്ടിയൊന്നുമില്ല ഇവരുടെ കൂടെ പറഞ്ഞു. അച്ഛൻ തന്നെ പറഞ്ഞു, നീലാട്ടേട്ടനും പറഞ്ഞു. ഇവരൊക്കെ പോകുമ്പോൾ എന്തിനാ ഞാൻ ഹേമന്മാരായിട്ടുള്ള ആൾക്കാരല്ലേ ഇവർ. അല്ല ഇല്ലു എന്നോട്. ഞാനും പോയി ഇവരുടെ കാറിൽ പോയി വെള്ളനാഴി പോയി. അവിടെ പോയിണോ? ഇല്ലില്ല. വടക്കം വെള്ളനാഴി പോയപ്പോൾ അവിടെ ഉണ്ട്. വിളിച്ചു ചോദിക്കാനൊന്നും നോക്കിയില്ലേ. ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കൂടെ പോരാ. അവിടെ ചെന്നു. അപ്പോൾ അവിടെ ഉണ്ട് ഉമ്മർത്ത് അത് പൂമുഖം പഴയ മട്ട, നായന്മാരുടെ മട്ട. പിന്നെ കിണ്ടിയിലൊരു കിണ്ടി വെള്ളം അവിടെ അങ്ങനെ വെച്ചുകൊണ്ട് ഏത് നേരത്ത് തുളസിത്തറ മുറ്റത്ത് പൂമുഖത്തിൻ്റെ ഉമ്മർത്ത്. അതൊക്കെ ഉമ്മർത്താണ് ഒരു കിടക്കുക. അതെ. ഒരു കട്ടിലിട്ട ടൈമിൽ വലിയൊരു കോസറി അതങ്ങനെ അവിടെ നേരെ മടക്കി വെച്ചിട്ടുണ്ടാവും. അവിടുത്തെ ഒരു ഭാഷയാണ് അന്നത്തെ. ഞങ്ങൾ പോയി. അദ്ദേഹത്തിന് അന്ന് കിസൻട്രി ഇത് ഇല്ലേ, വയറ് ലേശസ്ഥിരണ്ടായിട്ട് ഈ അരിശസ് അത് പറയില്ലേ, അരിശസിൻ്റെ ഈ കഫം പോലെ വയറ് വേദനയായിട്ട് അതാണ് അന്ന്. എന്നാൽ ഭേദ ആവുകയും ചെയ്യുന്നു നല്ലോണമായിട്ട്. അവരോട് ഇവർ കാര്യങ്ങളൊക്കെ പറഞ്ഞു ആശാനോട്. അന്ന് ഇവിടെ ഈ ലവണാസുരവധം ഇത് എടുക്കുന്നുണ്ട്, വീഡിയോ എടുക്കുന്നുണ്ട്. ശിവരാമേട്ടൻ്റെ സീത, ഷാരോടിയും കൃഷ്ണൻകുട്ടിയും ഏട്ടനും കൂടി ലവകുശന്മാരൊക്കെ ഏമായിട്ടാണ്. പിന്നെ അപ്പോൾ അതിന് ഈ ഹനുമാൻ അദ്ദേഹത്തിൻ്റെ വണച്ചിട്ടാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഞാൻ നിരീച്ചാൽ നോക്കിയില്ല, എനിക്ക് വയ്യ പോരാൻ, എനിക്കിങ്ങനെയാണ്. അതിൻ്റെ ഒരു കഥ പറയൊന്നും വേണ്ടല്ലോ, നിങ്ങൾക്കൊക്കെ അറിയില്ലേ. ഈ ഉടുത്തുകെട്ടലൊക്കെ കഴിഞ്ഞിട്ട് ഈ ഒരു ഇത് വന്നാൽ എന്ത് ചെയ്യും? ഒന്ന് മൂത്രം വീഴ്ത്താനും കൂടി മഹാപാടല്ലേ. അപ്പം ഇങ്ങനെയും കൂടി ആയാൽ എന്താ ചെയ്യുക? അതുകൊണ്ട് എന്നെ ഒഴിവാക്കണം എന്ന് പറഞ്ഞു. അന്ന് തന്നെയാണത്. അതിൻ്റെ മുമ്പ് അത് ശരി. അതിൻ്റെ മുമ്പ് വിവരം എങ്ങനെയാ കൊടുക്കുന്നു. അപ്പോൾ നീ കുഞ്ഞുട്ടേട്ടനാ തോന്നുന്നു ആദ്യം വിവരം കൊടുത്തു. അദ്ദേഹത്തിനെ കൊണ്ടുവരാനൊക്കെ പാടെയാണ് ഞങ്ങൾ പോയി കണ്ടത്. അപ്പം എനിക്ക് വരാൻ പറ്റില്ല കുട്ടി, എല്ലാവരെയും കുട്ടീന്നേ പറഞ്ഞു. പിന്നെ കേശവേട്ടനോടും പറഞ്ഞു. കേശവേട്ടൻ കലാമണ്ണം അദ്ദേഹം കൊണ്ട് വലിയ പരിചയമാണ്, വലിയതാണ്. പിന്നെ മാതാൻകുട്ടി പറയണ്ടല്ലോ. അപ്പോൾ പിന്നെ ഇവര് പറഞ്ഞപ്പോൾ പിന്നെ അവരൊന്നും അവരോട് അങ്ങോട്ട് പറയില്ല. അല്ല അങ്ങനെ പറ്റില്ല ആശാനോ പോരാനോ വയ്യാന്നോ അങ്ങനെ ഇത് ചെയ്യുന്നത് എന്നൊക്കെ അതൊന്നും ഇവർ പറയില്ല. ഞാൻ പറഞ്ഞു ഇവരെയാണ് നിർത്തിയപ്പോൾ, ആശാനൊന്നും പോരാഞ്ഞാൽ യാതൊരു നിർത്തിയില്ല, വേഷമൊന്നും കെട്ടണ്ട, അവിടെ നിന്ന് വന്നു പോന്നാൽ മതി പറഞ്ഞു.
എനിക്ക് ഇവരെ ഈ വർത്തമാനം പോരാ തോന്നി. ഇവര് നിർബന്ധിക്കില്ല, അവരുടെ കേമത്തം കൊണ്ടാണ് നിർബന്ധിക്കാത്തത്. എനിക്ക് അങ്ങനെയല്ല, ഞാനൊന്ന് നിർബന്ധിച്ച് പറയാൻ തന്നെ തീർച്ചയാക്കി. ആശാനൊന്ന് അവിടെ വന്നു പോരണം, വേഷം കെട്ടണ്ട. കുറച്ചു നേരം അങ്ങനെ ആലോചിച്ചിരുന്നു. കുട്ടി എനിക്ക് ധൈര്യമില്ല എന്ന് എന്നോടും പറഞ്ഞു. ആശാൻ പോരൂ, ഒരു ഇതും വരില്ല, പോരണം എന്ന് ഞാൻ നിർബന്ധിച്ചാണ് പറഞ്ഞു. അതിലവിടുന്ന് അകത്തേക്കാണ്ട് പോയി. ഇതിപ്പോ ഒരു കഥയായിട്ട് പറയുന്നേ ഞാൻ അല്ല. പിന്നെ മുകളിലാണ് ആഭരണപ്പെട്ടിയൊക്കെ ഉണ്ട്. അല്ല വീരേങ്കല, രണ്ട് കൈയിലും വീരേങ്കല. അതൊന്നും അങ്ങനെ കിട്ടില്ലല്ലോ സാധാരണ. അതൊരു പെട്ടിയിലാക്കി വെക്കുക. കുറച്ച് നേരം അങ്ങനെ കഴിഞ്ഞപ്പോൾ ആശാനെ കാണാനില്ലല്ലോ, എന്താപ്പോൾ ഇവർ തമ്മിൽ പറയില്ല. അപ്പോൾ ഇവരുടെ ഭാര്യയുണ്ട്, ആശാൻ്റെ ഭാര്യ. അവർ ഇനി അവരുടെ ഒരു ബന്ധം പറയാം. എം.എൻ. നമ്പ്യാരുടെ പെങ്ങളാവില്ല സാക്ഷാൽ. സിനിമ വലിയ കഥയാണ് അവരുടെ. അപ്പോൾ എം.എൻ. നമ്പ്യാരുടെ ഗുരുനാഥനുമാണ് ഈ ആശാൻ. നൃത്തത്തിൻ്റെ എം.ജി.ആറിൻ്റെ, പത്മാ സുബ്രഹ്മണ്യത്തിൻ്റെ ഒക്കെ ഈ നൃത്തത്തിന് മദ്രാശിയായിരുന്നേ. അപ്പോൾ പിന്നെ ഇതിൽ ഗോവിന്ദൻകുട്ടി എന്ന് പറഞ്ഞ ഒരു കുട്ടിയെ എന്താ വിളിക്കണോ എന്ന് പറഞ്ഞു. അവരിങ്ങനെ ഉമ്മർത്തേക്ക് വന്നൊന്നുമില്ല, തലേ കാണാറുള്ളൂ. അപ്പം അത് ഞാനാ ഗോവിന്ദൻകുട്ടി. ഞാൻ അപ്പോൾ അവൾ മുകളിലാണ്. ഞാൻ മുകളിൽ കയറി ചെന്നു. അപ്പോൾ പൊപ്പട് ജുബൊക്കെ എടുത്തിട്ട് മുണ്ടൊക്കെ ചീറ്റി, ഇത് കുട്ടി കയ്യിൽ വെച്ചോളൂ എന്ന് പറഞ്ഞിട്ട് ഈ ആഭരണപ്പെട്ടി ഉണ്ടായിരിക്കും. ആഭരണമൊക്കെ എടുക്കണമെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. ഇതിൽ പിടിക്കല്ലേ, വീഡിയോ പിടിക്കല്ലേ. അപ്പോൾ ഇത് കുട്ടി കയ്യിൽ വെച്ചോളൂ പറഞ്ഞു എന്നോട്. ഇനി ഞങ്ങൾ ഇറങ്ങി പോയിക്കോളൂ പറഞ്ഞു. ഒരു ലേശം കഴിഞ്ഞപ്പോൾ വന്നു. നല്ല ടിപ്പിൽ പുറപ്പെടുന്ന ആളാണ്. നല്ല വേഷ്ടി ഇതിൻ്റെ മേലെ അങ്ങനെ ഇടും. നല്ല യോഗ്യതയിൽ തന്നെ പുറപ്പാടൊക്കെ ഒരു പഴയ മട്ടൊന്നല്ല മാസം. ഈ മദ്രാശിയൊക്കെ പോയി ഇതായതല്ലേ. നല്ല വലിയ ജുബ്ബ. പിന്നെ കൈ പിടിച്ചു, ഇങ്ങോട്ട് കയറി പോരണം തൊടി കൂടെ. അങ്ങനെ കാറൊന്നും അങ്ങനെ ഇറങ്ങി ചെല്ലില്ല, പഠിക്കലേ ചെല്ലും. അവിടേക്ക് ഒരു വികടം പിടിച്ച ഒരു വഴിയെ ഞാൻ കൈ പിടിച്ചു. ഈ പെട്ടി ഞാൻ കൈ പിടിച്ചു. ചെറിയൊരു പെട്ടിയാണ്, ഇതിലൊക്കെ കൊള്ളുന്നേ ഉള്ളൂ. ഇതൊക്കെ ചെറിയ ഒതുങ്ങണൊരു കാറ് കയറിയിരുന്നു പോന്നു. ഇവിടെ ഇങ്ങോട്ട് വന്നപ്പോൾ പിന്നെ ഇപ്പം പറയണ്ടല്ലോ, പിന്നെ എനിക്കൊരു ഭാരമില്ല. അച്ഛനും ഇലാണ്ടേട്ടനും എല്ലാവരും കൂടി വന്നു, എതിരേറ്റു. ഇത് സന്തോഷമായിട്ട് ഇതിൽ അവിടുന്ന് ഈ കുട്ടി നിർബന്ധിച്ചു പറഞ്ഞു, ചെറുത്ത കുട്ടി എന്നാ പറയുക എന്നെ. അതല്ല, അതൊരു പ്രധാന കാരണം തന്നെയാണ്. പിന്നെ പോരണമെന്നുള്ളിലും തോന്നി അപകടമൊന്നും ഉണ്ടാവില്ലായിരിക്കും എന്ന് കരുതി. ബാലവൈദ്യരുണ്ട് അവിടെ. ബാലവൈദ്യരോട് വർത്തമാനമൊക്കെ പറഞ്ഞു. അവരെന്തോ ഒരു മരുന്നും കൊടുത്തു, ഉറന്നു കൊടുത്തു. വിഷമമൊന്നും ഉണ്ടാവില്ല ആശാന്, വൈദ്യർ പറയുകയും ചെയ്തു. കേമായിട്ടുള്ള രാസരോധം ഉണ്ടായി അന്ന്. വേഷം കെട്ടണ്ടെന്ന് പറഞ്ഞിട്ടാ പോകുന്നത്. അയ്യോ, വേഷമൊക്കെ കെട്ടിയിട്ട് എന്ത് കേമായി ഇറക്കി സങ്കടം വരുന്നത് ആലോചിക്കുമ്പോൾ. മൂപ്പരുടെ എന്തിനെന്താ സങ്കടം എന്നാ ചോദിക്കുക. സന്തോഷം കൊടുക്കാല്ലേ ഇതൊക്കെ പോയില്ലേ. ആ ഹനുമാനും ആ സീതയും കൂടിയുള്ള ഒരു ഇത് ഇവർക്കൊന്നും കൂടിയായിരുന്നില്ല. രാമുട്ടിയാരുടെ ഹനുമാൻ ആ കേമൻ തന്നെയാണ്. എന്നാൽ ഇത് ശരിക്ക് ഒരു വാനരനല്ലേ, ഒരു കുരങ്ങനല്ല ഈ ഹനുമാൻ. രാമുട്ടിയാരുടെ അതാണ്. കുരങ്ങൻ്റെ ചേഷ്ടകളൊക്കെ ഇല്ലേ, അതൊക്കെ നല്ലോണം കാണിക്കുന്ന ആളാണ് രാമുട്ടിയാർ. ഇതൊരു ആഢ്യത്തുള്ള ഒരു വാനരനാണ് ആണല്ലോ ഹനുമാൻ. ഹനുമാൻ അങ്ങനെ തന്നെ വേണം. ഒരു സാധാരണ ഒരു മരഞ്ചാടി ഒരു കുരങ്ങനല്ലല്ലോ അത്. ആ നിലയ്ക്കാണ് അദ്ദേഹത്തിൻ്റെ ആട്ടങ്ങളൊക്കെ. അന്ന് കൂട്ടത്തിലുണ്ടായിരുന്ന ആൾക്കാരും സദനം കൃഷ്ണൻകുട്ടിയേട്ടനും ഒക്കെ തന്നെയാണല്ലോ. സദനം കൃഷ്ണൻകുട്ടിയേട്ടൻ ശിഷ്യനാണ്. ശാലോടി ശിഷ്യനല്ലെങ്കിലും ആ പ്രായം അവരൊരു പ്രായമാണ്. പിന്നെ ശിവരാമേട്ടൻ, ഈ സീതയിലെ ശിവരാമേട്ടൻ തന്നെയല്ലേ വലുത്. എല്ലാം കൊണ്ടും ഗംഭീരമായി. പാട്ട് എമ്പ്രാന്തിരി, അന്ന് എമ്പ്രാന്തിരിയ പാട്ട്, എമ്പ്രാന്തിരി വെൺമണി കൂട്ടിട്ട് ആണെന്ന് തോന്നുന്നു. അതന്നെ മേളം കേശവേട്ടുണ്ട്, ഇതിലൊക്കെ മേളം. നമ്പീശൻകുട്ടി നല്ല കളി. അദ്ദേഹത്തിന് ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല. ഒരു ബുദ്ധിമുട്ടുണ്ടായില്ല. അതേപോലെ തന്നെ ഇവിടുന്ന് അത്താഴമൊക്കെ കഴിച്ച് പിന്നെ അവിടെ ആക്കും ചെയ്യും ഈ കാറിൽ തന്നെ. അതിന് പിന്നെ ഇവരൊന്നും പോകുന്നില്ല, ഞാനേ പോയിരുന്നു.
ഞാൻ അങ്ങോട്ട് പോന്നു, ആ കാർ ഇങ്ങോട്ട് പോരുകയാണ്. അങ്ങനെ ഒരു കഥ ഉണ്ടായി മൂപ്പരെ. അതാ പറഞ്ഞു മൂപ്പര് അതല്ലെങ്കിൽ എന്നാ ഞങ്ങൾ അങ്ങനെ ആശാനിപ്പോ വയ്യല്ലോ. അതെ, ഞങ്ങൾ അവരതേ പറയും. അവരവിടെ ഞാനതല്ല. ഞാൻ അതിവിടെ വന്ന് പറഞ്ഞു. ഇവരാണെങ്കിൽ ആശാനിന് പോയി. ഞാൻ എൻ്റെ കേമത്തം പറഞ്ഞതൊന്നല്ല, എൻ്റെ ചെറുപ്പം കൊണ്ട് ആണ് ആശാൻ പോകുന്നത്. ചെറുപ്പം എന്ന് പറഞ്ഞാൽ ആശാൻ പോരൂ എന്ന് പറയാൻ നമുക്ക് അതിനുള്ളൊരു ബലം, പോരൂ എന്ന് പറയാൻ എനിക്കൊരു ഊക്കുണ്ടാവും. അതുണ്ട്. അപ്പൊ ആശാൻ ആരായി പറയാൻ ചോദിക്കില്ല. അതെ, ആശാന് ഈ കുട്ടിയൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ എന്താ അങ്ങനെ തോന്നിയിട്ടില്ല എന്നർത്ഥം. ഇതേ പറച്ചില് മറ്റാശാന്മാരുണ്ടായിട്ടുണ്ടോ? ഉണ്ട്. പല ആൾക്കാരോടുണ്ടായിട്ടുണ്ട്. രാമൂട്ടി ആശാന് അങ്ങനെയല്ല സ്വഭാവം ആശാന്റെ. ആശാൻ എല്ലാത്തിലും കൂടും. ഒരു ചങ്ങാതി പോലെ പെരുമാറും. അതെയോ? നമ്മളെ ചൂലിലൊക്കെ കൈയിട്ട് പിടിച്ച് സരസ്വതിയുടെ ദോശ, ഭാര്യയുടെ ദോശ, അതിൻ്റെ കേമത്തം വരും. രാവിലെ ചെന്ന ആതിഥ്യ മര്യാദ കേമാണ് അവിടെ ചെന്ന. പിന്നെ കഴിച്ചേ വിടൂ. എന്തെങ്കിലും കഴിച്ചേ, ഊണാണെങ്കിൽ ആ നേരമാണെങ്കിൽ ഊണ്, അല്ലെങ്കിൽ രാവിലെ ആണെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റ് അത് കഴിച്ച്, അല്ലാതെ പോരാൻ പാടില്ല ഉള്ളൂ. അങ്ങനെ അദ്ദേഹത്തിൻ്റെ. പിന്നെ നമ്മളോട് ഈ കളിക്കൂട്ടമൊന്നല്ല പറയുക, അത് പറയില്ല. അത് ഇത്തിരി വിട്ടുമുണ്ടാണ്. ആ വേഷം കെട്ടിയാൽ കളിക്കുക, അതിന് പൈസയും കൊടുക്കണം കാര്യമായിട്ട്. ഇദ്ദേഹം അതും പറയില്ല. ഉൾപ്പെടാശാൻ എനിക്ക് ഇത്ര ഉറപ്പേ വേണമെന്ന് പറയില്ല. അദ്ദേഹത്തിന് അവസാന കാലത്ത് കളി ഇവിടെ കൂടിയില്ലേ, അരങ്ങൾ കൂടി. അദ്ദേഹത്തിൻ്റെ കഥ പറഞ്ഞാൽ ചേലനാട്ടെ അച്യുതമേനോൻ എന്ന് പറഞ്ഞ ഒരാളുടെ ചേലനാട്ടെ. അപ്പോൾ അവർ കുറച്ച് ഭേദപ്പെട്ടവരാണ്. അദ്ദേഹം മലയാളി സമാജം പ്രസിഡൻ്റായിരുന്നു ചെന്നൈയിൽ. അന്ന് ചെന്നൈ എന്നല്ല പറയുക, മദിരാശി എന്നാണ് പറയുക. ഈ കീഴ്പ്പടത്തിന് ഇവിടെ ഈ കളിക്ക് പോയിട്ട് യാതൊരു രക്ഷയില്ലാതെ, അധികം കളിയില്ല, വിളിച്ച കളിക്ക് യാതൊരു പ്രതിഫലവും ഇല്ല. കിട്ടിയാൽ തന്നെ അതൊന്നും ഉണ്ടാവില്ല. ചെറിയൊരു പ്രതിഫലം മനക്കിലൊക്കെ കളി, അമ്പലങ്ങളിലൊക്കെ കളി. അന്ന് പരക്ക കളിയൊന്നും ഇല്ല. അപ്പോൾ അതല്ല, അന്ന് അദ്ദേഹത്തെ ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. ഇല്ല, ഇവരുടെ അത്ര ശ്രദ്ധിക്കപ്പെട്ടിട്ടില്ല. പിന്നെ ഒരു എന്താ അതിന് പറയുക, അദ്ദേഹത്തിനെ ഒരു ഇതില്ലായുണ്ട്, പൊതുവെ ആളക്കുണ്ട്. കീഴ്പ്പടം നേരെ വേഷമാണെന്ന് പറഞ്ഞാൽ കളിക്ക് പോകാൻ പുറപ്പെട്ട ആളെന്നെ ഇന്ന് ഞാനില്ല എന്ന് പറയാൻ ഞാൻ പറയല്ല, അങ്ങനെ ആയിരുന്നു അന്ന്. എന്നിട്ട് പോയി ഇവരൊക്കെ ശിഷ്യന്മാരായി, ഈ മഹാകേമന്മാരൊക്കെ. MG രാമചന്ദ്രൻ, അയാളോളം പേരുള്ള ഒരാളന്ന് തമിഴ്നാട്ടിലേ ഇല്ല. പിന്നെ MN നമ്പ്യാർ വില്ലനായതുകൊണ്ട് ഉള്ള അഭിനയം നല്ല പ്രഭുവാണ് ഈ MN നമ്പ്യാരും. പിന്നെ പത്മ സുബ്രഹ്മണ്യം, അങ്ങനെയുള്ള ആളുകൾ മുഴുവനായിട്ട് പഠിപ്പിച്ചു. അദ്ദേഹം നൃത്തം പഠിപ്പിച്ചു അതോ കഥകളിയോ? നൃത്തത്തിലേക്ക് ഡാൻസിലേക്ക് മാറി അദ്ദേഹം. അതിൽ കഥകളി കയ്യുന്നേ പോയി അദ്ദേഹത്തിൻ്റെ. ഈ കഥകളിക്ക് നൃത്തം പോലെയല്ല, അത് ചെമ്പ് ഇല്ലേ തേച്ച് മിരിക്കാലേ, അല്ലെങ്കിൽ ക്ലാവ് എന്ന് പറയില്ലേ, അതുപോലെയാണ് ഈ കഥകളി. അതൊന്ന് വിട്ടാൽ അതുകൊണ്ട് വരാൻ ലേശം പ്രയാസമുണ്ട്. നൃത്തമായി അതാണ് എളുപ്പം, കഥകളിയല്ല എളുപ്പം. അപ്പോൾ പിന്നെ ഇവരെല്ലാവരും പറഞ്ഞു അദ്ദേഹത്തിനോട്. MGR പറഞ്ഞു, ആശാൻ KR കുമാർ എന്നാണ് അദ്ദേഹം പേര് ചേർന്നത്. MGR ഇട്ട പേരാത്, KR കുമാർ. അദ്ദേഹം ഈ തമിഴിലെ, അതായത് മലയാളിയാണെങ്കിലും തമിഴനാണ് അദ്ദേഹം. അപ്പോൾ തമിഴിലുള്ള ആ കാര്യങ്ങൾ അദ്ദേഹം പോകണ്ട, ഇവിടുന്ന് ഈ നാട്ടിൽ നിന്നേ അങ്ങ് പോകാൻ പാടില്ല, അങ്ങക്ക് ഗംഭീരമായിട്ടൊരു വീട് ഞങ്ങൾ ഇവിടെ വെച്ച് തരാം, എല്ലാ സൗകര്യങ്ങളും അങ്ങക്ക് ഇവിടെ ഉണ്ടാക്കി, അതിന് പറ്റിയ ആൾ തന്നെയാണ് ഈ പറയുന്നത്. അതൊന്നും വേണ്ട അദ്ദേഹത്തിന്. പിന്നെ എന്തേ പോരാൻ കാരണം? അവിടുന്ന് പോകുന്നു, പോരാൻ തോന്നി. നല്ല പൈസ ഉണ്ടാക്കി നല്ലോണം, അതെ, എല്ലാം കാശുണ്ടാക്കി. ഇവരൊക്കെ നല്ലോണം പൈസ അദ്ദേഹത്തിന് കൊടുത്തു, അതൊക്കെ സൂക്ഷിക്കുകയും ചെയ്തു, ഈ വേണ്ടാത്ത ചിലവൊന്നും ഇല്ലാതെ. എന്നിട്ടാ വീട് കയറ്റിയത്? അല്ല, വീട് പണ്ടുള്ള കീഴ്പ്പടം. അതൊക്കെ ഒന്ന് നേരെയാക്കി, എല്ലാ നേരെ വലിയ പുതുമയായിട്ട് അന്നില്ല. കാർമണത്തെ കീഴ്പ്പടമായിട്ട് ബന്ധമുണ്ടോ? ഒരു ബന്ധമില്ല. പിന്നെ വലിയ കേമായിട്ടുള്ള തടസ്സമൊന്നും അന്നില്ല.
നല്ല നാട്ടിലൊരു വീടില്ലേ, അപ്പൊ അവിടുത്തെ വീടൊക്കെ ഉണ്ടായിരുന്നു. നല്ല വീട് അതാണ്. ആ അതന്നെ നല്ല വീട്, അല്ലെങ്കിൽ നാലുകെട്ട് അങ്ങനെയൊക്കെ ഒരു സമ്പ്രദായം. പിന്നെ അപ്പൊ അതൊക്കെ ഇപ്പൊ അദ്ദേഹത്തിന് പോരെന്ന് തോന്നി. അദ്ദേഹം പോന്നു. ഇവിടെ കുറെ ഭൂമിയൊക്കെ വാങ്ങി. ഓ, കൃഷി. അപ്പോഴേക്കും പ്രായം കുറച്ചായിട്ടുണ്ട്. കുറച്ചായി. പിന്നെ കുറച്ച് കാലം ഉണ്ടായിരുന്നു അവിടെ മദ്രാസിൽ. അതിനിടയ്ക്ക് വിവാഹം കഴിഞ്ഞു. വിവാഹം കഴിഞ്ഞു, കുട്ടികളായി. ഇവിടെ വന്നിട്ട് പിന്നെ കഥകളിക്ക് അപ്പുറം അങ്ങോട്ട് കഥകളി കമ്പം ഉള്ളിൽ കഥകളിയാണ് ആശാനെ. നിവൃത്തിയില്ലായിട്ട് ഈ നിർത്തായുക അതിലാണ് കൂടി നല്ലൊരു കാര്യം എന്ന് വന്നപ്പോൾ കഥകളിയെ ഉള്ളിൽ മോഹൻലായല്ല ഇവിടെ വന്നു. ഞാൻ കഥകളിയിൽ തന്നെ ആണ് എൻ്റെ കഞ്ഞി എന്നാണ് പറയുക. കഥകളിയാണ് എൻ്റെ കഞ്ഞി എന്ന് കഥകളിയിൽ തന്നെ കൂടി. കൂടുതലല്ല, വേഷത്തിന് വല്ലവരും വിളിച്ചാൽ പോവും. വിളിക്കൽ കമ്മി തന്നെയാണ് അന്നും. രാമകുട്ടിയാശാൻ അദ്ദേഹത്തിൻ്റെ ജൂനിയറാണ്. അധികം വയസ്സ് മാറ്റമൊന്നുമില്ലെങ്കിലും ജൂനിയറാണ് പത്മനാഭനാശാൻ. അത് അവർ മാന്യ വേഷം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് അതിൻ്റെ താഴെയുള്ള വേഷങ്ങൾ അങ്ങനെ വേണ്ടി വന്നു. അദ്ദേഹത്തിന് അങ്ങനെ പോണ്ടി വന്നു, അല്ലെങ്കിൽ അതും ഇല്ലാതെ. അപ്പോൾ ഒരു പുച്ഛ സ്ഥായി ഉണ്ട് അദ്ദേഹത്തിന്. എല്ലാവരെയും ഇതൊക്കെ ആണെങ്കിൽ ചെയ്യും. ഒരു പുച്ഛുണ്ട്. എല്ലാവരെയും ഒന്ന് കളിയാക്കും. ഓ, വർത്തമാനം പറയുമ്പോൾ തന്നെ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ ആ വർത്തമാനത്തിൽ തന്നെ ഒരു ഇത് വരും. അപ്പോൾ രണ്ടർത്ഥം ദ്വയാർത്ഥം വെച്ചിട്ടുള്ള വർത്തമാനങ്ങൾ നല്ലോണം പറയും. കാളിദാസനാണ് വരുന്നത്. അതെ, രാമകുട്ടിയാശാന്. കാളിദാസൻ ആനപ്പുറത്താണ് വരുന്നത്. മഹാകവി. കാളിദാസ പുരസ്കാരം കിട്ടുന്നതായി. അത് ശരി. ആശാന് അതിന് സ്വീകരണം കൊടുക്കുമ്പോൾ ആനപ്പുറത്ത് കയറ്റിയിട്ട് രാമകുട്ടി ആശാനെ കളിയാക്കിയിട്ട് പറയുന്നതാണത്. കാളിദാസനാ എഴുന്നള്ളി വരുന്നത് ആനപ്പുറത്താ. ഇങ്ങനെയൊക്കെ ഓരോരോ ഭാഷ പറയും മുമ്പിൽ. അതൊക്കെ സ്ഥായി ഭാവമാണ്, അതൊക്കെ ഉള്ളതാണ് ഉണ്ടായിരുന്നത്. പിന്നെ അദ്ദേഹം ഇവിടെ കയറി വന്നു, നല്ല ഇതിലെത്തി. അദ്ദേഹത്തിൻ്റെ ഭാഗ്യമായിരിക്കാം ആ കഥകളിയോടുള്ള അതും വന്നു. എല്ലാവരും കളിക്ക് പിടിക്കാൻ ഇറങ്ങി. പ്രത്യേകിച്ച് കാർലോണയാണ് അദ്ദേഹത്തിൻ്റെ, സംശയമൊന്നുമില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട ആള് നീലാണ്ടേട്ടനാണ്. അതും പറയാം. ഒന്ന് കുഞ്ഞുട്ടേട്ടനും ഇല്ലാന്ന് പറയുക, ശിഷ്യനാണല്ലോ. പിന്നെ നീലാണ്ടേട്ടനാണ്. പിന്നെ നമ്മളെ രാജാനന്ദനും കീഴ്പ്പടത്തിന് ഇവിടെ കൊടുന്ന് ആരാധിക്കാൻ നല്ലോണം ശ്രമിച്ച ആളാണ്. വലിയ എന്താണ് ഇവിടെ ഈ വേഷത്തിൽ എത്ര താല്പര്യം തോന്നാൻ കാരണം? ഇദ്ദേഹത്തിന്റെ വേഷത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാ തോന്നാൻ കാരണം? അത് തന്നെ അദ്ദേഹത്തിന്റെ വേഷവും അദ്ദേഹത്തിന്റെ അഭിനയങ്ങളും ഒരു നാടകീയ സമ്പ്രദായം ഉണ്ട് മൂപ്പർക്ക് കളിയിലും. അതെ. ലൈറ്റിനെ ഇപ്പോൾ സ്റ്റേജിൽ ലൈറ്റ്, കഥകളിക്ക് ലൈറ്റ് ഒന്നും വേണ്ട. ഒരു വിളക്ക് വെച്ച് ഒരു തിരി രണ്ട് പുറത്തൊക്കെ ഇട്ട്, പണ്ടൊക്കെ പെട്രോൾസ് ഇവിടെ കൊണ്ടു നോക്കുന്നത്. അതിൻ്റെ മുമ്പ് അതുമില്ല. പിന്നെ മൂപ്പര് അഭിനയിക്കുന്നത് പെട്ടെന്ന് മനസ്സിലാവില്ല. കളിക്കുന്നത് പെട്ടെന്ന് ഇങ്ങോട്ട് മനസ്സിലാവില്ല. അതായത് ആടി ശീലമുള്ള, കണ്ടിട്ട് ശീലമുള്ളതല്ല അദ്ദേഹത്തിൻ്റെ ആട്ടങ്ങൾ. ശരി, അതിലൊക്കെ അദ്ദേഹത്തിൻ്റെ വിവരമുണ്ട്. ഓരോരോ കാര്യങ്ങൾ കൊണ്ടുവരാൻ നല്ല വിവരമുള്ള ആളാണ്. അത് ഇവിടെ ഉള്ളവർക്ക് മനസ്സിലായി, ഇവിടെ ഉള്ളവർക്ക് മനസ്സിലാവും. അതന്നെ കാർലോണനെ പ്രധാനം. അപ്പോൾ ഈ കൂടെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടല്ലേ കൂടെ കളിക്കാൻ? അതുണ്ട്, വലിയ സമ്മതമല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കൂടെ ഉള്ളവർക്ക്. പിന്നെ അവരങ്ങോട്ട് ഒപ്പിക്കും, അത്രയേ ഉള്ളൂ. നല്ല ആട്ടങ്ങൾ, പുതിയ ആട്ടങ്ങൾ കൊണ്ടുവരും അദ്ദേഹം. രാമകുട്ടിയാർ പിന്നെ അങ്ങനെയല്ലേ. രാമകുട്ടിയാരെന്ന് പറയുക ഇപ്പോൾ ആശാൻ പിന്നെ ഒന്നുങ്ങൾ ഇളകില്ലേ കിരീടം, ആ ഇളകണ അത് പുതാളുടെ ചെണ്ടേബിലുണ്ട്. പുതാൾക്ക് കാണുമൊന്നും വേണ്ട, അത് അതന്നെയാണ് ആൾക്കാർക്കും. കഥകളി കാണാതിരിക്കണവർക്ക് അതന്നെയാണ് രാമകുട്ടിയാരുടെ ആട്ടം. മനസ്സിൽ പതിഞ്ഞ വൃത്തിയായിരിക്കും. ആ ചെയ്യണേൻ്റെ വൃത്തി അതന്നെയാണ് കേമത്തം. ആട്ടത്തിൻ്റെ ആ ഇരട്ടിയൊക്കെ എടുക്കുമ്പോഴേ
ആ ഇരട്ടി എടുക്കുമ്പോഴത്തെ ആ കാലുവെക്കല്, ആ ഇരട്ടി എടുക്കല്, 4 ഇരട്ടി എടുക്കുക, അതൊക്കെ കണ്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരാൾക്കും വരില്ല. അത് ആ താളത്തിന് പാട്ടിനേക്കാളും പ്രധാനമുണ്ട് കളിയിൽ. താളാണ് കളിയിൽ മേലെ. ഇപ്പൊ ഓരോ കഥകളിക്കാരനോട് ചോദിക്കുക, ഒരു സംഗീതം അവിടെ നടക്കുക വിചാരിക്കും, ഇത് ഏതാ രാഗം, വിശ്വമൊന്നും ഉണ്ടാവില്ല. താളം അങ്ങനെയല്ല. ആ താളത്തിന്റെ കേമത്വം കഥകളിയിൽ വേണം. അതാണ് പിന്നെ ചെയ്യുന്ന പ്രവൃത്തിയുടെ വൃത്തി. രാമകുട്ടിയാശ ഉത്ഭവം കഴിഞ്ഞ് പോകുമ്പോഴേ അണിയറയുന്ന ഉത്ഭവത്തിന് ഇങ്ങോട്ട് വരികയെന്നേ തോന്നുന്നു. ഉത്ഭവം കളിക്കാൻ അരങ്ങത്തേക്ക് വരികയെന്നേ തോന്നുന്നു. ഉത്ഭവം കഴിഞ്ഞ് അങ്ങോട്ട് പോകുമ്പോൾ വേഷത്തിന് ഒരു ഒലച്ചിലോ യാതൊന്നും വരില്ല അദ്ദേഹത്തിന്. പിന്നെ ചിലവരുടെ ചുട്ടി പൊട്ടി അവിടെ അത് ഒഴിഞ്ഞു അഴിഞ്ഞു ചാടി അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് അധികം ഉണ്ടാവലില്ല. എന്നാലും ഒരു വിശർത്ത് കുളിച്ച് ക്ഷീണമൊക്കെ അദ്ദേഹത്തിന് ഉണ്ടെങ്കിൽ ആ ഭാവം ഉണ്ടാവില്ല. ആ വരവ് അപ്പോഴും അങ്ങനെ, ആ രാവണൻ തന്നെ. അതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കേമത്വങ്ങൾ. നില അല്ലേ? നില, ആ നില, അത് അദ്ദേഹത്തിൻ്റെ എന്താ പറയുക, ജീവിതത്തിൽ തന്നെ ഉണ്ടത്. നടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഒക്കെ ഉണ്ടത്. ഈ കഥകളി പോലെ തന്നെ അതും. ഒരു അത്താണി കിടക്കുകയാണെങ്കിൽ ആ അത്താണി കിടക്കണ കാണണം. ഒരു ഇരട്ടി എടുത്തിട്ട് കാല് വെക്കാന്നാ തോന്നുക. ബസ് കയറില്ലേ, ബസ് കയറിയിട്ട് പിടിച്ചിട്ട് അധികം ഇരിക്കേണ്ടി വരില്ല. അച്ഛനെ അധികം നിൽക്കേണ്ടി വരില്ല. അച്ഛനെ ബസ് കയറിയാൽ ആരെങ്കിലും ഒരു ഇരിക്കാം മാഷെ എന്ന് ഞാൻ കണ്ടിട്ടുണ്ട് കുറെ. അപ്പോൾ അങ്ങനെ ആശാന് നിൽക്കേണ്ടി വരില്ല. കാറൊന്നുമില്ല അന്ന്. ആ ഇരിക്കല് കാണണം, ആ കമ്പിമ്പ് പിടിച്ചിട്ട് അങ്ങനെ ആ നിലയിലേ ഇരിക്കും ചെയ്യും. എല്ലാവരും ഒന്ന് നോക്കും, അറിയില്ലെങ്കിലും ഏതാകാത് ഇതൊരു പ്രധാനിയാണല്ലോ എന്ന് തോന്നും. സുന്ദരനാ അതൊന്നല്ല, നിലയാണ്. ആ നില, ആ ഉള്ള ഡ്രസ്സും ആ തലമുടി ചീന്തലും. തലമുടിയൊന്നുമില്ലേ, എന്നാലും അതിൻ്റെ ആ വൃത്തി, തലയുടെ 3 ചുഴി. മുച്ചുഴിയൻ മുടി ചൂടുന്ന, മുച്ചുഴിയൻ മുടി ചൂടും. അത് പറഞ്ഞതാണ് രാവുണ്ണിമേനാശാൻ. ഈ കരിയാട്ടിൽ കുമാരൻ നായരുണ്ട്, ലണ്ടൻ കുമാരൻ നായർ എന്നാണ് അദ്ദേഹത്തിനെ പറയുക. നാണു നായരുടെ അച്ഛൻ്റെ വീടാണ് കരിയാട്ടിലെ. ഈ ആശാരി കോപ്പൻ കേട്ടില്ലേ? അത് കരിയാട്ടിലെയാണ്. അത് ഈ ലണ്ടൻ കുമാരൻ നായരുടെ അമ്മാമ്മയാണ്. അവരുടെ മകനാണ് നാണു നായരാശാൻ. അപ്പോൾ ഈ ലണ്ടൻ കുമാരൻ നായർ കഥകളിയിലൊന്നും അത്ര ഒരു പ്രസിദ്ധനൊന്നുമല്ല. കളി പഠിച്ചാൽ തന്നെയാണ്, കളിക്കാരനാണ്. അങ്ങനെ വേഷമൊന്നും അങ്ങനെ പതിവൊന്നുമില്ല എവിടെ. അപ്പോൾ ഈ കളിക്കാരൊക്കെ ഒരു ഒത്താശ ചെയ്യുക, ഒരു ഉപകാരം ചെയ്യുക, അങ്ങനെയൊക്കെ ഒരാൾ. അപ്പോൾ എല്ലാവരും അന്ന് ഇല്ലാഞ്ഞിട്ടാണ് കളിയിൽ ചേരുക. ദരിദ്രമായിട്ടാണ് അന്ന്. കഞ്ഞി കുടിക്കാൻ നിർത്തില്ല. കളി ചേർന്ന വല്ല പ്രഭു കുടുംബങ്ങളിൽ നിന്നും കഞ്ഞി കിട്ടുമല്ലോ, അത് തിരിച്ചില്ല. ഈ ചെക്കനെ അന്ന് കഥകളി പഠിപ്പിക്കാറുണ്ട് അമ്മമാരെ ഉണ്ട്. അത് ഇയാളുടെ അടുത്താ കൊണ്ടുപോവുക, ഈ ലണ്ടൻ. അപ്പോൾ ഒരു വലുപ്പത്തരൊക്കെ നടിക്കും. പിന്നെ ഞാൻ നല്ലോണം അറിയും ഈ ആളെ. അപ്പോൾ നടിച്ച് നോക്കട്ടെ, ഞാൻ ആശാൻ്റെ അടുത്തൊന്ന് കൊണ്ടുപോയി നോക്കട്ടെ. ഏതാശാൻ? രാവുണ്ണിമേനാശാൻ. ഇവിടെ കളിയില്ലേ, കളരിയില്ലേ കാന്തള്ളൂർ ആ പഠിക്കല്. അങ്ങനെ കൊണ്ടേക്കിടക്കാണ് ഈ രാമകുട്ടിയാശാന്. ചെക്കൻ, ഒരു കുട്ടി, ചെക്കൻ എന്നല്ലേ അതൊക്കെ പറയുക. അപ്പോൾ ആ കളി ശുചിയാട്ടമൊക്കെ കഴിഞ്ഞ് അവിടെ ഇരിക്കുകയാണ് ആശാൻ. അന്നെന്താ ചോദിച്ചു. ഈ ചെക്കനെ അന്ന് കഥകളിയിൽ ഇവന് മോഹമുണ്ട്, ഇവൻ്റെ അമ്മ പറയുകയും ചെയ്തു എന്ന്. ഇങ്ങോട്ട് വാ അപ്പം തന്നെ മുമ്പിലിങ്ങനെ നിർത്തിയിട്ട് പിടിച്ച് നോക്കി. തലയിലേക്കാണ് ആദ്യം നോക്കിയത്. 3 ചുഴിയുണ്ട്. മുച്ചുഴിയാൻ മുടി ചൂടുന്ന കുമാര. ഈ കുമാരനോട് പറയുക ആശാൻ. ഈ കുമാരനും അദ്ദേഹത്തിൻ്റെ ശിഷ്യൻ തന്നെയാണ് ഈ ലണ്ടനെ. ഇതിൽ ചേർക്കാം, ഇവിടെ നിന്നോട്ടെ, പഠിച്ചോട്ടെ പറഞ്ഞ് ചേർത്തു. അതാണ് ഈ രാമകുട്ടിയാശാൻ്റെ. അതിൻ്റെ ഒരു ഇത് ചെയ്തിരുന്നത് ഈ ലണ്ടനാണ്. എല്ലാവർക്കും ബഹുമാനമാണ്, ഇങ്ങനെയുള്ളതൊക്കെ ചെയ്യും. പിന്നെ
നാണുനായരുടെ ഒരു കഥ. നാണുനായർ ആശാൻ, ഞാൻ ഇത്ര യോഗ്യമുള്ള ഒരു ആശാൻ എന്നാൽ ഇവര് വേറെ ഇല്ല. കോട്ടയ്ക്കുന്ന് മരുന്നരയ്ക്കാനേ പറ്റുള്ളൂ പറഞ്ഞു. കളിക്ക് പറ്റില്ല എന്ന് അദ്ദേഹത്തെ കണ്ടിട്ട് വൈദ്യശാലയിൽ മരുന്നരയ്ക്കുക അതിനെ പറ്റുള്ളൂ. അച്ഛൻ കൊണ്ടുവരുന്നതാ കോപ്പനായരാശാനെ. കലാമണ്ഡലത്തിലും എടുത്തില്ല, ഒരു ദിക്കിലും എടുത്തില്ല അദ്ദേഹത്തിനെ കളി പഠിപ്പിക്കാൻ. നാണാരാശാനെ ഇവനെ കളി പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അച്ഛന് വാശി അവിടെ വെച്ചാണ് പഠിപ്പിച്ചു. അച്ഛൻ തന്നെ അച്ഛൻ നല്ലൊരു ആശാനായിരുന്നു. ആ ആശാൻ നല്ല ആശാനായിരുന്നു. എല്ലാ വേഷങ്ങളൊന്നും പ്രസിദ്ധമല്ല. ആശാരി, അതാണ് അദ്ദേഹത്തിനെ ആശാരി കോപ്പൻ എന്ന് വിളിക്കുന്നത്. ആശാരി കോപ്പൻ മണ്ണാൻ കുട്ടിഷ്ണൻ, ഒരു മണ്ണിലെ വരുന്നൊരു വീടുണ്ട് ഇവിടെ. ഈ ബാലേട്ടൻ ജാതിയുടെ അച്ഛൻ്റെ വീടാണ്. അവിടെ ഒരു കുട്ടികൃഷ്ണൻ നായർ ഉണ്ടായിരുന്നു. അയാൾ മണ്ണാൻ കെട്ടാൻ കേമനായിരുന്നു. അതാ മണ്ണാൻ കുട്ടികൃഷ്ണൻ നായർ, അങ്ങനെ ഒരു പേരുണ്ട്. ബാലി ഓദിക്കൻ, ഒരു ഓദിക്കന് മമ്പൂരി ഉണ്ടായിരുന്നു. അത് പണ്ടാണ്, ഇതിൻ്റെയൊക്കെ ഇത്രയും മുമ്പാണ് പഠിച്ചു. നീയ് സ്ത്രീവേഷം കെട്ടിയിട്ട് കുറച്ച് കാലം നടന്നു. നാരാശൻ സ്ത്രീവേഷം കെട്ടിയിട്ടേ അത് കഷ്ടിച്ചായി. താളത്തിൽ കഷ്ടിയ, അതും ഇതിൽ വരണ്ട. താളം കഷ്ടിയാണെന്നൊക്കെ പറയണത് അല്ല, നമ്മൾ പറയുന്നു. നിന്നെ സ്ത്രീവേഷത്തിനല്ലോ പറ്റുക, നീ താടി ആയിക്കോ, ചുവന്നാടി. അച്ഛൻ അത് പഠിപ്പിച്ചിട്ട് ചുവന്നാടി കെട്ടിലടങ്ങി. ഒന്നും കേമാവില്ല എവിടെയും. അവസാനമാകുമ്പോൾ ബഗൻ ചുവന്നാടിയില്ലേ, ബഗൻ കെട്ടിച്ചു. അന്ന് ആള് ഉയരമൊക്കെ ഉണ്ട്. അന്ന് ആള് കേമൻ തന്നെയാണ്. എന്താ കഥ, കണ്ണും എന്തൊക്കെ മൂക്ക് നോക്ക് അലർച്ച പകർച്ച വേണ്ടതൊക്കെ ഉണ്ട്. വേണ്ടതെല്ലാം ഉണ്ട്. പിന്നെ ഈ ബഗൻ കെട്ടിച്ചു. ആ ബഗൻ കെട്ടിയിട്ട് പിന്നെ ആദ്യം കളിക്കേണ്ടത് നന്നായോ ഇല്ലയെന്ന് പറയേണ്ട ഒരു പണ്ഡിതര് അതിന് വെള്ളത്തോളിനെ വലിയ ഇതാണ് അച്ഛനെ. പിന്നെ പരീക്ഷിത് തമ്പുരാൻ, കൊച്ചി രാജാവ്, അദ്ദേഹത്തിൻ്റെ കൊച്ചി അവിടെയാണ് കളി. രാജാവൊന്നും ഇങ്ങോട്ട് അങ്ങനെ വരില്ലല്ലോ. അപ്പോൾ വെള്ളത്തോളും എല്ലാവരും അങ്ങോട്ട് പോയി. ഈ ബഗൻ കെട്ടി കളിച്ചു. കളി കഴിഞ്ഞപ്പോൾ പിന്നെ വള്ളത്തോൾ പറഞ്ഞൊരു വാക്കുണ്ട്, ഇപ്പം പറ്റി കോപ്പശാരെ എന്നാ പറഞ്ഞ വള്ളത്തോൾ. ഇപ്പം പറ്റിന്ന് വേഷേ കോപ്പശാര്, കോപ്പനായരെന്നല്ല കോപ്പശാരെന്നാ വിളിക്കുക. ഇപ്പം പറ്റി കോപ്പശാരെ, അത് മതിയല്ലേ, ആ അവാർഡ് മതി. പരീക്ഷിത് തമ്പുരാൻ മുഖത്തേക്കൊന്ന് നോക്കും ചെയ്തു വള്ളത്തോളിൻ്റെ. നന്നായി ഉള്ള അവിടുന്ന് ഇങ്ങോട്ടാണ് ഈ വെള്ളിനാടി നാണുനായരാശാൻ, ഈ വലിയ ചുവന്നാടി എന്നെ അങ്ങോട്ട് എവിടെ എത്തി. വെള്ളിനാഴിയുടെ ഫലിതമേ എന്ന് പറഞ്ഞായിരുന്നു ഇങ്ങനെ ഭാഷയും. ചമ്പക്കുളം പാച്ചുപിള്ള വെള്ളിനാഴി എന്നാ പറയാ, നാണുനായർ അങ്ങനെയൊന്നും പറയില്ല. അത് ഈ രാമകുട്ടിയാശനേക്കുള്ള സീനിയറല്ലേ? അതെ അതെ. കിഴ്പ്പടം കുമാരൻ നായരും മൂപ്പരൊക്കെ ഏതാണ്ട് തുല്യ. അതെയോ? നേരത്തെ മരിച്ചു പോയോ? നേരത്തെ ഒന്നും മരിച്ചില്ല. ഇല്ല, വേഷം കെട്ടാണ്ട് കുറെ കാലം കുറച്ചു കാലം വയ്യാതെ കിടന്നു. അതെ, വെള്ളിനാഴി തന്നെ, കിഴക്കേക്കളം അവിടെ വീട്, കുറുവട്ടൂര് അങ്ങോട്ട് പോകണം. കൃഷിക്കാരനാണ്. ആരെങ്കിലും ക്ഷണിക്കാനോ അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ വന്നാൽ പാർസാവും. നല്ല കൃഷിക്കാരനാണ്. അപ്പോൾ കണ്ണും ഇതൊക്കെ ഉണ്ട്, ആൾക്കാരും ഉണ്ട്, പണിക്കൊക്കെ ഉണ്ട്. മൂപ്പരും കൂടും പണിക്കൊക്കെ. പണിക്ക് തന്നെ പാടം ഒക്കെ ഉള്ള ആളാണ്, കുറച്ച് കഴിവുണ്ട്. അവിടുന്ന് കാലും കൈ ആ കടായന് കഴുകിയിട്ട് കയറി വരും. ഒരു തൊപ്പിക്കോടയും തലയിൽ വെച്ച്. അങ്ങനെയാ സമ്പ്രദായം. കുപ്പായ അധികം ഇല്ല. ഇന്നിപ്പോൾ ആശാൻ ബനിയനെ കിട്ടുന്നല്ലോ, ഒരു കൈയുള്ള ബനിയനുണ്ട്, ഒരു തോർത്തുണ്ട് അതിൻ്റെ മേലി. ഭഗവതി എന്താ കൂടെ പറയും. ഭഗവതി പറഞ്ഞ ഭാര്യ, ഭഗവതി ഉള്ളപ്പോൾ ഇനി അമ്മയ്ക്ക് ഒന്നും പറഞ്ഞ ഭഗവതി ഉണ്ട് കൂടെ. രണ്ടാം ദിവസം കലി. ഈ ജരാസന്ധല്ലേ,
ആ ജരാസന്ധൻ ഒരു നായക വേഷമായിട്ട് ഈ ചുവന്നാടി അവസാനമാകുമ്പോൾ രാവിലെ കടന്ന് ചാവാനുള്ളതല്ല, അതിനെ ഒരു നായകനാക്കിയത് മൂപ്പര. അതെയോ? ഒരു നായക വേഷമാക്കിയത്. എന്തൊക്കെ മഹിമ അദ്ദേഹത്തിന് വെച്ചാൽ ഇത്ര പുസ്തകം വായിച്ച ഒരാൾ വേറെ ഉണ്ടാവില്ല ഈ കർഷകൻ. വായിച്ച അറിവ് അതാണ്. വെള്ളിനേഴിയുടെ ഫലിതമേ ചമ്പക്കുളം പാശുപിള്ള അദ്ദേഹത്തിനേക്കാളും സീനിയറാണ് ചുവന്നാടിയാണല്ലോ. ആ വലിയ ആളും. പിന്നെ വേഷം ചുവന്നാടിയായി അദ്ദേഹം മേലെ ആ വലിപ്പമൊക്കെ പോയി അദ്ദേഹത്തിൻ്റെ. ബാലി സുഗ്രീവുണ്ടായിരുന്നു കലാമണ്ഡലത്തിൽ ജൂബിലിക്ക്. ഇന്ദിരാഗാന്ധിയൊക്കെ വന്ന് ചമ്പക്കുളത്തിന്റെ സുഗ്രീവൻ അവര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു തർക്കമുണ്ടായി. ഇളഞ്ഞ തർക്കമല്ല, താനല്ലേ മേലെ താൻ ബാലിയേക്കോ, അല്ലല്ല വെള്ളിനായി ബാലി പറഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും. അവസാനാകുമ്പോൾ എല്ലാവർക്കും ഒരു സമ്മതം ആണ് നാരാശാനെയാണ്. ബാലിയായി. അലർച്ച ഉണ്ട്, പിന്നെ ചേഷ്ടകൾ കാട്ടലുണ്ട്. അതൊക്കെ അതിലൊക്കെ മേലെ വെള്ളിനാഴിയ സമ്മാനം കലാമണ്ഡലത്തിൽ കാശ് പറഞ്ഞു വാങ്ങും. അതെ, അവരെ അദ്ദേഹത്തിനെ അവിടെ യാതൊന്നിനും പറ്റില്ലാതെ കോട്ടയ്ക്കലും വലിയ പിടുത്തമില്ല. കോട്ടയ്ക്കലും പിടുത്തമില്ലാത്തവരാരുമില്ല. അദ്ദേഹത്തിന് ഒരു പിടുത്തമില്ല. കാരണം മരുന്നരയ്ക്കാനേ പറ്റുള്ളൂ എന്നത്ര പറഞ്ഞു ഇയാളെ. മരുന്നരയ്ക്കാനല്ല കളിക്കാരനാക്കാൻ പറ്റുമെന്ന് ഞാനൊന്നും നോക്കട്ടെ. അച്ഛന് നല്ല വാശിക്കാരനാണ്. അച്ഛൻ്റെ ഒറ്റ വാശിക്കാരനാണ് വേഷക്കാരമായത്. തൃകർത്തൻ പിന്നെ വിരാട രാജാവിൻ്റെ ഗോശാലയെന്ന് പശുക്കളെ മോഷിച്ചു കൊണ്ടുവരുമല്ലോ തൃകർത്തൻ. അപ്പോൾ തൃകർത്തൻ്റെ വിരാട രാജാവിൻ്റെ ഗോശാലയാണ് നാരാശാന്റെ തൊഴുത്ത്. പൈക്കളെ കന്നിനെയൊക്കെ മുളയ്ക്കണ തൊഴുത്ത്. ആ ഗോക്കളെ മോഷ്ടിച്ചു കൊണ്ടിരുമ്പോൾ പൈക്കള അനവധിയല്ലേ, ഒന്നും രണ്ടൊന്നല്ല. ഈ തള്ളേ തല്ലി എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട് പണ്ട്. അതെ, അത്താൻ ഇങ്ങനെ വിട്ടാണ് വീഴും. ആ തള്ളേ തല്ലി ഒരു പിടിച്ചു കൊടുക്കലുണ്ട് മൂപ്പരെ. പിന്നെ ആ പശുക്കൾ ഇങ്ങനെ പോകുമ്പോൾ അവർ വളത്തിലൊക്കെ ചാണകത്തിലൊക്കെ കടന്ന് വാലുമ്പിലൊക്കെ ചാണകമൊക്കെ ഉണ്ടാവുകയും അത് ചാണകം മേലിക്കാവുമോ എന്നൊരു പഴുങ്ങി നിൽക്കുന്നത്. അത് ഒന്നും കൂടി കാട്ടായിരുന്നു ഈ ആശാനെന്ന് തോന്നിയാൽ അത് ഒരൊറ്റ തവണ കാണിക്കും. ആടിയിട്ട് നശിപ്പിക്കില്ല. ആശാന്റെ അത് ഒന്നും കൂടി ആവായിരുന്നു ഏതൊരാൾക്കും തോന്നും. അത് മുഴുവനെ ആവില്ല. അത് കാണാൻ ഒന്നേ കാണിക്കും. ആ പളുങ്ങിയിട്ടാണ് ഒരു ചെടിപ്പോട് കൂടിയുള്ളൊരു ആ തള്ളത്തല്ലി കുറെ നേരം പിടിക്കണേ. അന്ന് ആരായിരുന്നു രംഗത്ത് നിറഞ്ഞു നിന്നിരുന്നത്? താടിയിലാ നാരാശാൻ. അല്ല, അതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞ അതിൻ്റെ മുമ്പ് വെച്ചൂർ ശങ്കരൻ. ഓ, അയാൾ അദ്ദേഹത്തിൻ്റെ ഒരു ലേശൊരു അനുകരണം ഉണ്ട് എന്ന് പറയുന്നുണ്ട് നിലക്ക്. ഇതും നമ്മൾ തമ്മിലുള്ള വർത്തമാനമാണ്. അത് പരക്കെ അങ്ങനെ പറഞ്ഞായിരുന്നു. തെക്ക് മഹാധിക്കാരിയാണ് അദ്ദേഹം. സാധാരണ ആളൊന്നുമല്ല. മഹാശക്തനും കയ്യാങ്കളിയൊക്കെ അറിയണ ആളാണ്. നിലവിളക്കുന്ന ബീഡി വളർത്ത് അണിയറയിലത്തെ അണിയറയിലെ നിലവിളക്കൊക്കെ ഒരു ദിവ്യത്വത്തോട് കൂടിയിട്ട് ഒന്നുമില്ല. എന്ത് നിലവിളക്കെന്നാ തീയത്തോടത്തുനിന്ന് ബീഡി എത്തിക്കുക എവിടെ നിന്ന് വെച്ചാൽ പരിചയപ്പെട്ടുണ്ടോ? ഇല്ല ഞാൻ കണ്ടിട്ടൊന്നും. അപ്പോൾ വലിയ ആളും ഈ നാരാശാനെ വലിയ ഇഷ്ടമാണ്. കൂട്ടുവേഷമൊക്കെ അനവധി ഉണ്ടായിട്ടുണ്ട്. അപ്പം പലതും കണ്ടിട്ടുണ്ട് ആശാനെ. പിന്നെ വാഴയങ്കട അന്നും കളിക്ക് പ്രധാനമാണല്ലേ? വാഴയങ്കടയാണ് കളിക്ക് പ്രധാനം. വാഴയങ്കട കളി കാളോണ സദ്യ കാന്തള്ളൂർ മേളെന്നാ പറയും. അവിടെ കളി തന്നെ മേലെ. അവിടെ കളി മേലെ ആവാനുള്ള കാരണമുണ്ട്. ഒന്നാമത് പിന്നെ തേവരക്ക് കളി വലിയ പ്രിയമാണ്. അവിടെ ഒരു കളി നടത്തുക പറഞ്ഞാൽ പ്രാർത്ഥിച്ചാലേ ആ ആൾക്ക് എന്തോ കാര്യം ഉണ്ടെങ്കിൽ അതൊക്കെ സാധിക്കുന്നൊക്കെ പറയണ ഇതിൽ. പിന്നെ അവിടെ വേഷം തരായിയാൽ
ആ ഒരു കൊല്ലം പേരാണ്. ആ പേരുമാണ്. ആ കളിക്ക് വല്ലാതെ ബുദ്ധിമുട്ടില്ല. ഓ അങ്ങനെയുണ്ട്. അങ്ങനെയില്ല. അപ്പൊ ഒരുവിധം ആൾക്കാരൊക്കെ അവിടെ വരാൻ താല്പര്യപ്പെടും. ആ അവിടെ വരാത്തവരാരും ഇല്ല ഇനി കളിയിൽ. കാർവണെന്നോ അങ്ങനെയുള്ള ആളൊന്നും വന്നിട്ടില്ല വെക്കുന്നൊന്നും. മാങ്കുളം പള്ളിപ്പുറം ഗോപാലൻ നായർ, മാങ്കുളം വിഷ്ണുപുരി ഇവരൊക്കെ വന്നിട്ടുണ്ട്. അവരെല്ലാവരും വന്നിട്ടുണ്ട്. ചെങ്ങന്നൂർ രാമൻപിള്ള, ഇവിടുത്തെ പട്ടികാന്തോടിയുടെ ഇതാണ് അദ്ദേഹത്തിന്. ഗുരു ചെങ്ങന്നൂർ ഇവരൊക്കെ വളരെ വന്നിട്ടുണ്ട്. എല്ലാവരും വന്നിട്ടുണ്ട്. നമ്പീശനാശാന്റെ മുമ്പുള്ള ആൾക്കാർ വന്നിട്ടുണ്ട്. വെങ്കടകൃഷ്ണ ഭാഗവതര്. ഓ അവിടുന്ന് ഇങ്ങോട്ടുള്ളവരൊക്കെ കേട്ടിട്ടുണ്ടോ? പാട്ട് കേട്ടിട്ടുണ്ടോ? ഇല്ല, ഉണ്ടാവില്ല, കിട്ടില്ല. പിന്നെ പാട്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കഥകളി ചൊല്ലി അടിക്കുക തന്നെയാണ്. ചൊല്ലി അടിക്കാണല്ലോ, അതിനാണല്ലോ പാട്ട്. അതിനേ പാട്ടുള്ളൂ. അതെ, അത് മാറ്റിയത് നമ്പീശൻ. അതില് ഭാഗവതർക്കുണ്ടല്ലോ, വെങ്കടകൃഷ്ണ ഭാഗവതർ തുടങ്ങി പരിഷ്കരണം തുടങ്ങി. ഹിന്ദുമൗലി ഹാരമേത് സന്യാസിയിൽ കൊണ്ടത് ആ മൂപ്പര. ഈ ഭാഗവതര. ഓ അത് അതിന്റെ മേലെ ആ മറ്റുള്ള ആ മുഷിപ്പൻ ആ രംഗാണ് കഴിഞ്ഞിട്ട് ഈ തുടങ്ങിയല്ലേ. അത് ഹിന്ദുമൗലിഹാരമേ കേൾക്കുമ്പോണ്ടാവുന്ന സുഖം അതന്നെയാണ്. അത് വേണമെന്ന് നിരീക്ഷത് അനുഭൂതി വല്ലാതെ. പിന്നെ നമ്പീശന്റെ കൂടെ കുറുപ്പ്. ഞാൻ അധികം കണ്ടുന്നത് ഒരു നെടുങ്ങാടി ഉണ്ടായിരുന്നു, വാസുദേവ നെടുങ്ങാടി, കോട്ടയ്ക്കല്. കരിമ്പുഴമുള്ള ഒരാളാണ്. അവർ രണ്ടാളും പൊന്നാനി ശങ്കടി പാടുന്നതാണ്. കേട്ടുന്ന കുറേ അധികം കേട്ടുന്ന ആളാണ്. പിന്നെ കുറുപ്പാശാനാണ് ഏറ്റവും പ്രധാന ശിഷ്യൻ നമ്പീശൻ. അപ്പം കുറെ ഉണ്ടായിട്ടുണ്ട്. രാമവാരൻ ഉണ്ടായിട്ടുണ്ട് കുറെ. ഓ രാമവാരൻ്റെ കൂടെ പാടാൻ നല്ല ഗമന, നല്ല ചേർച്ച. രാമവാരന് കഥ തോന്നില്ല പൊന്നാനി പാടുമ്പോഴേ. ചില തപ്പല് വരും കൂടെ നമ്പീശന്റെ കൂടെ പാടാൻ. പൊന്നാനി പാടുമ്പോ ശ്ലോകം തോന്നണം, ചില വരികൾ. പിന്നെ കുറുപ്പിന്റെ കൂടെ ഒക്കെ. അദ്ദേഹം ചെറുപ്പശ്ശേരിക്കാരനായിരുന്നു. നമ്മുടെ കൊച്ചുണ്ണിവാരനില്ലേ, അവരുടെ അനിയന. ഓ ശരി. കുറുപ്പ് ചൊവ്വല്ലൂര് ഇല്ലേ മന, അവിടെ കളമ്പാട്ടിന് പോയത് അച്ഛനും മകനും കൂടി. കുറുപ്പിന്റെ അച്ഛനും കഥ എഴുതി പാട്ട് കഥ വകയാണ് അവര് കുറുപ്പന്മാര്. അപ്പോ ഇവനെ ഈ കളമ്പാട്ട് പാടാൻ അയക്കല്ല വേണ്ടതെന്ന് തോന്നി അവിടുത്തെ ഒരാൾക്ക്. ഒരു തമ്പുരാൻ, അവര് അടിയന്മാരാ തോന്നുന്നു, അവരെ തമ്പുരാൻ എന്ന് പറയുന്നു. ചൊവ്വൂര് അതിന് വിടേണ്ടതല്ലുള്ളൂ. ആ തമ്പുരാനത്രേ ഇദ്ദേഹത്തിനെ ഈ ഒരു വഴിയിലേക്ക് എത്തിച്ചത്. ഇദ്ദേഹത്തിന് പാട്ട് കേട്ടിട്ടുണ്ട്. പിന്നെ നമ്പീശൻ കലാമണ്ഡലത്തിൽ അന്നത്തെ ആശാനല്ലേ, അവിടെ കൊണ്ടുവന്നു. അവിടുത്തെ പട്ടിണിയും ദുരിതവും കാരണം ഇദ്ദേഹത്തിന് അത് പിടിക്കാതെ കുറുപ്പിനെ. എനിക്കിനി ഈ പാട്ടൊന്നും പഠിക്കണ്ട, ഞാൻ ഇവിടുന്ന് പൂവന്നെന്ന് ഉള്ളിൽ കരുതി. ഒരു ഭ്രാന്തങ്ങൾ അഭിനയിച്ചു. തലയ്ക്ക് സുഖമില്ലാത്ത ഒരു ആളെ പോലെ അഭിനയിച്ചു. ഭ്രാന്തമൊന്നുമില്ല. പിന്നെ അവസാനമാകുമ്പോൾ സാക്ഷാൽ കൃഷ്ണൻകുട്ടി പുതാവാശാൻ വരട്ടെ എനിക്ക് അവനെ ഭ്രാന്തുണ്ടോയെന്ന് നല്ലോണം ഇപ്പോഴും ബോധ്യമായിട്ടില്ല. എനിക്കൊന്ന് പരീക്ഷിക്കണം. പുതാളൊരു കഥ അറിയില്ലേ? അപ്പോൾ എന്നാ അത് നോക്കുക. എല്ലാവരും കഞ്ഞി യാതൊന്നും കഴിക്കില്ല അയാൾ, ഈ കുറുപ്പ്. അങ്ങനെ അവിടുന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് അയാളുടെ അടവേ. അപ്പോൾ കുറച്ച് കഞ്ഞിയും ഒരു പ്ലായിലും ഒക്കെ കൊണ്ടുവരാനുള്ള പറഞ്ഞിട്ട് പുതാളെ സ്വതേ പേടിയാണ് ഈ കുറുപ്പനെ എന്നല്ല, അങ്ങനെയുള്ളവർക്കൊക്കെ പേടിയായി ഈ പുതാളെ. പിന്നെ അവിടെ ഇരുന്നു കഞ്ഞി കുടിക്കേ. അപ്പോഴും ഇയാള് കാട്ടുതന്നെ ഇയാളൊരു പ്ലായില കഞ്ഞി എടുത്തിട്ട് പുതാളാശാൻ ഒരു പ്ലായിലെന്നറിയില്ലേ? പിന്നെ പ്ലായില കഞ്ഞി എടുത്തിട്ട് കുറുപ്പിൻ്റെ വായ പൊളിക്കേ വായ പൊളിച്ച് വായനാക്കിയ അതൊരൊറ്റ തുപ്പ് പുതാളുടെ മുഖത്തേക്ക് കൊണ്ടുപോവാം. ഇവന്റെ പ്രാന്ത് തന്നെയാണ്. ഇവനൊരു ശകരം ബുദ്ധി ഉണ്ടെങ്കിൽ എന്റെ തുപ്പിൽ അത്ര പേടിയും ബഹുമാനമാണ്. എന്നിട്ട് കാശൊക്കെ കൊടുത്ത് ഏതോ ഒരാളെയും കൂട്ടിയിട്ട് ഇവനെ വെള്ളിനാഴി കൊണ്ടാക്കി
എന്നിട്ട് ആ ആളോട് പഠിക്കുന്ന പറയാ അത്ര കുറിപ്പേ ഈ ആ കാശിന് തന്നതാ ഞാൻ പോയിക്കോളാം ഇന്നും കൂടെ പോയിരുന്നു നല്ല പോന്നു. പിന്നെ രണ്ടാമത് ചെന്നു കളിക്ക് അവിടെ കലാമണ്ഡലം മേജർ സച്ചിൻ്റെ ഒക്കെ ട്രൂപ്പിലൊക്കെ കളിക്ക് വന്നു. അതെ, പിന്നെ വീണ്ടും വന്നു പോയി. അപ്പോഴേക്ക് കളി പാട്ടുകാരനായി. പിന്നെ അപ്പോൾ ഈ ശാന്തിനികേതനിൽ പോയോ? എന്തുണ്ടായി? ശാന്തിനികേതനിൽ പോയി. ഡൽഹി അല്ല കൽക്കത്ത അവിടെ ഉണ്ടായിരുന്നു കുറച്ച്. അപ്പോഴാണ് ഭ്രാന്തിനി ഇവിടെ അരങ്ങ് പിടിച്ചു കടന്ന് വെട്ടിയേറിയില്ലേ. സാർവക്കലും ഭ്രാന്തിനിയും വെൺമണിയും കൂടെ പാടുക. അതുകൊണ്ട് ആ വെൺമണിക്ക് തന്നെ കുറച്ചൊരിത് വന്നു. വെൺമണിക്ക് ആ സംഗീതമൊക്കെ കൂടുകയും അപ്പോൾ ഇയാളുടെ പാട്ടൊക്കെ കേൾക്കാൻ തന്നെയാണ് ഭ്രാന്തിയുടെ കേട്ടിട്ടുണ്ടാവും. കേട്ടിട്ടുണ്ട്. പക്ഷേ ഒരു സംഗതികളൊന്നും വരത്തില്ല. പാട്ട് പാടും നേരെ, കളിക്ക് വരും ചെയ്യും, കളി നടത്തും ചെയ്യും, എല്ലാ കഥയും എല്ലാം കൃത്യം. ഇന്ന് പാടിയ പോലെ നാളെയും പാടും. അതിൽ ഒരു വരിയിൽ ഒരു ഇത് കൊണ്ടില്ല, ഒന്നും ചെറിയൊരു മാറ്റം. രണ്ടാളും കൂടെ കൂടെ പാടും. അയാൾക്ക് കൂടെ കൊണ്ടുവരാണ്ടെങ്കിൽ ഇയാള് പൊന്നാനിയല്ലേ, പറ്റില്ല. വെൺമണിക്ക് ഒരുമിച്ചാ പാടുക, അധികം ഒരുമിച്ചല്ലേ. അല്ലാതെ പൊന്നാനി പാട് ഏറ്റുപാട് അങ്ങനെ പാടും രണ്ടാളും കൂടി. ചില കഥകളൊക്കെ കേമാണ് പറഞ്ഞത്. ഞാൻ കാർമൺ അവസാനമൊക്കെ ഉണ്ടായിട്ട് നേരിട്ട് കേട്ടിട്ടുണ്ട്. അന്ന് അദ്ദേഹം ഇരിക്കുകയാണ്. അത് കാല് മുറിച്ചിട്ടല്ലേ, പ്രമേഹം വന്നിട്ടേ കാല് മുറിച്ചു. പിന്നെ ഇരുന്നിട്ടായി. അപ്പം മറ്റേ ആള് പാട്ടുകാരന് ഇരിക്കുക, ഒരാൾ നിന്നിട്ടും ഒരാൾ ഇരുന്നിട്ടും നന്നല്ല വെച്ചിട്ട് ട്രസ്റ്റിലൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ കാല് മുറിച്ചിട്ട് എല്ലാവർക്കും ഒരു കുരുട്ടന. അതെ അല്ലേ, എല്ലാവരും തന്നെ താഴെ എന്നുള്ളൊരു നാട്യ ഭാവമുണ്ട്. ഇവർ 4 ആളുണ്ട്, ഒരു ട്രൂപ്പാണ്. പിന്നെ ഇമ്രാന്തിരി, ഹൈദരാലി, തിരൂര് നമ്പീശൻ, മാടമ്പി, ഇവർ 4 ആളും ഒപ്പം പഠിച്ചിറങ്ങിയതാണ്. അപ്പോൾ ഈ കോട്ടയ്ക്കിലെ ഉത്സവത്തിന് ഇവരൊക്കെ പോയി. ക്ഷണിക്കാതെയും പോവും. കേമന്മാരായിട്ടുള്ളവരെ ക്ഷണിക്കും. ഇമ്രാന്തിരിയൊക്കെ ക്ഷണത്തിൻ്റെ പട്ടികയിൽ പെട്ടിരുന്നു. കുറിപ്പ് പിന്നെ അതങ്ങനെ വേറെ അതുണ്ടാവും. നമ്പീശൻ ഉണ്ടാവും. നമ്പീശൻ തന്നെയാണ് പ്രധാനി അന്ന്. അപ്പോൾ എന്താ അവിടെ ഈ ഇപ്പോൾ കോട്ടയ്ക്കിലേക്ക് പോരുന്നുണ്ടോ? ഹൈദരാലിയോടെ ആര് ഇമ്രാന്തിരി. ആ ഇമ്രാന്തിരി എന്നുള്ള നാട്യവും ആ ജാതിയിലേ ഇപ്പം മാപ്പിളയും. അപ്പോൾ ഞാനൊന്ന് പോരണൊക്കെ ഉണ്ട് ഇമ്രാന്തിരി ഏട്ടാ, അങ്ങോട്ടൊക്കെ ഒന്ന് വരണമെന്നുണ്ട്. എന്തിനാ നീയൊക്കെ പോരണം, നമുക്ക് അവിടെ ഒന്നും തരാവൊന്നും ഉണ്ടാവില്ല. അങ്ങനെ ഒരു വാക്കും. ഇയാളിപ്പോൾ ആ വാക്കൊന്നും അത്ര കണക്കാക്കില്ല അല്ലെ ഹൈദരാലി. അതിന് മറുപടിയും പറയില്ല. അയാളൊരു സാധുമട്ടാണ്. ഒന്നുമില്ല. ഇമ്രാന്തിരി എല്ലാവരും അവിടെ ചെന്നുകൂടി കഥകളി തുടങ്ങി. അണിയറയില് പാട്ടുമുക്ക് മേളമുക്കൊക്കെ ഉണ്ട്. അതെയോ, പാട്ടുകാരിയിരിക്കണ ഒരു മുക്ക്, മേളക്കാരൊക്കെ പാടെ ചെണ്ടയും ഇതൊക്കെ എഴുതിയിരിക്കണ ഒരു മുക്ക്. ആദ്യത്തെ കഥ കഴിഞ്ഞു. കൃഷ്ണൻ നായർ, ഗോപി, ശിവരാമൻ. ഹൈദരാലിയേഷൻ പോയി അവിടെ. രംഗത്തേക്ക് വന്നു. അപ്പൊ എല്ലാവരും ഇരിക്കണ്ടേ. പാട്ടാരാ? നമ്പീശനാണല്ലോ. പുറപ്പെടുക, ആ വേഷം കെട്ടി പുറപ്പെട്ട് പോക്കുണ്ട്. കൂടെ ആരാ പാടാൻ? അതന്നെ, അത് മൂപ്പര് തീർച്ചയായിട്ടും അങ്ങനെയാണ്. പിന്നെ അപ്പോൾ വരിയായി ഇങ്ങനെ നിൽക്കണേ ഭ്രാന്തിരി ഉള്ള കൂട്ടിലിങ്ങനെ. എന്താടാ ഹൈദര എന്നാ വിളിക്കാം നമ്പീശൻ. അത് ഇത് മൂപ്പര് പറഞ്ഞ കഥ തന്നെ ഹൈദരാലി. എന്നെ എത്ര നിൽക്കുന്ന എൻ്റെ ഗുരുനാഥൻ രക്ഷപ്പെടുത്തിക്കണ എന്ന് പറഞ്ഞൊരു നെഞ്ഞത്ത് കൈ വെച്ചിട്ട് ഈ ഹൈദരാലിയേട്ടെന്നാ ഞങ്ങളൊക്കെ പറയാം. പിന്നെ നീയും വന്നുവല്ലേ? പോരെ കൂടെ പാടാനേ. ഈ ഞെളിഞ്ഞു നിൽക്കണവരെ എന്നും വിളിച്ചില്ല. ഈ ഭ്രാന്തിരി ഹൈദരാലിയെ കൂടെ കൊണ്ടുപോയി അരങ്ങത്തേക്ക് ആദ്യത്തെ കഥ പാടാൻ. അങ്ങനെയുള്ള പല ദിക്കിലും എന്നെ രക്ഷിച്ചിട്ടുണ്ട് എൻ്റെ ആശാൻ. അപമാനപ്പെടുത്താതെ. ഇവരൊക്കെ അപമാനപ്പെടുത്താനാണ് നോക്കുക ഈ വക, ഈ സെറ്റൊക്കെ. അയാളൊരു മഹാസാധുവായിരുന്നു. ഞാൻ പല തവണ അയാൾക്ക് ഊഴ് വളർത്തി കൊടുത്തിട്ടുണ്ട് ഇവിടെ. കാരണം കഥകളിയോടുള്ള വലിയ ഭ്രമവും, കഥകളിയോടുള്ള ഭ്രമം
പിന്നെ പാട്ട് നിന്ന് പാട്ട് ഈ നൃത്തത്തിന് പാടാൻ പോയിട്ടേ അതെ, ആ ശൈലിയായി മാത്രം. ആ അത് ലേശം ഞാൻ പണ്ടത്തെ ചില പാട്ട് കേട്ടിട്ടുണ്ട്, കൂടെ പാടുന്നതൊക്കെ നമ്പീശൻ ആശാന്റെ ഒക്കെ അസല് പാട്ടാണ്. എന്ത് കേമാറ ആശാന്റെ പാട്ടിന്റെ പോലെ ഈ കുറുപ്പാശാന്റെ ഒക്കെ കൂടെ പാടുമ്പോ അല്ലേ. അതെ. വാഴങ്കട ഒരു കളി കളിപ്പിച്ചു. അന്ന് ശാലിനെ പെറ്റിടക്കുക, അത്ര വഴക്കുണ്ടായി. അതിന് ഞാനും ഒരു പങ്കാളിയായിരുന്നു ഒരു പ്രവർത്തനത്തിനൊക്കെ. അപ്പോൾ കാശ് നന്ന കക്ഷിയാണ്. പിരിച്ചിൻ്റെയൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. ദേവസ്വക്കാർ കുറച്ച് ദൂരം ചെയ്യും. കളി നടത്താനൊന്നും കഴിയില്ല. വലിയ ആശാന്മാരെ മുഴുവൻ വിളിച്ചു വരുത്തും ചെയ്തു അന്തല്ലായി. അതിന് ഞാനെന്ത് ചെയ്തു എന്നോ, ഞാനൊരു പണി പഠിച്ചു. പരിയാനപ്പറ്റേന്ന് കളി കഴിഞ്ഞ് പോരുക. അപ്പോൾ വെളിച്ചാവാൻ കാലത്ത് വെളിച്ചായിട്ടില്ല, നേരത്തെ പോകുന്നുണ്ടായിരുന്നു. ഇമ്രാന്തരുടെ അവിടെ ഒരു ചായ കുടിക്കട്ടെ വെച്ച് കയറി ഞാൻ. ഇമ്രാന്തരുടെ ഹോട്ടലുണ്ടാവും, കൃഷ്ണഭവൻ എന്നുള്ള പറഞ്ഞു. അവിടെ ഉണ്ട് നമ്പീശനി, സാക്ഷാൽ നമ്പീശനിയും. തലയിലൊരു ഇതൊക്കെ കിട്ടി മഞ്ഞുള്ളാതിരിക്കാനേ. അദ്ദേഹം ഇവിടുന്ന് വരികയാണ്. അദ്ദേഹം അവിടുന്ന് വരിക. എങ്ങനെ പോകുന്നതെന്ന് വെച്ചില്ല. ചായ എന്നെ ഒരു പരിചയം എന്താ തന്നെയാണ്. നമ്പീശനാശാന്റെ മകളുടെ ഭർത്താവാണ് അദ്ദേഹം. ആ ഒരു പരിചയം തന്നെ. നമ്പീശനാശാന്റെ മകള് അതാണ് നമ്പീശന്റെ ഭാര്യ. ഏത് നമ്പീശന്റെ? സാക്ഷാൽ പാട്ടുകാരൻ. കലാമണ്ഡലം നീലകണ്ഠൻ നമ്പീശന്റെ. അതെ, മനസ്സിലായില്ല. ആരുടെ മകളുടെ? പട്ടിക്കാൻതൊടി ഗുരുനാഥന്റെ. ഓ, അത് ശരി. ഓ, അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു അകന്നൊരു ബന്ധം ചെയ്യും. അത് മൂപ്പരൊക്കെ അറിയാവുള്ളൂ. ഞാൻ ഈ ആശാന്റെ അടുത്ത് ചെന്നുകൂടി ചായ കുടിക്കുമ്പോഴേ ഓരോ വെറും ചായ എന്നല്ലേ പറയാ, പലഹാരമൊന്നും ഒന്നും വാങ്ങില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, ആശാൻ ഇന്ന ദിവസം വാഴങ്കട ഉത്സവക്കളിയാണ്, ആശാൻ വരണം എന്ന് പറഞ്ഞു. ഞാൻ എന്നോട് ഇവർ പറഞ്ഞു കമ്പനിക്കാർ കുഴപ്പമൊന്നുമില്ല. ഞാനൊരു അമ്പല്യായ ചെയ്തു തന്നെ. ശരിക്കും അമ്പല്യായ തന്നെയാണ് ഞാൻ ചെയ്തത്. പിന്നേക്ക് തോന്നി ഞാൻ അവിടേക്കൊന്നും വലിയ മൂപ്പര് പറയാ, എന്താ ആശാൻ അങ്ങനെ പറയുന്നത്? അപ്പോൾ അവിടെ വന്ന ആ മഞ്ഞത്ത് വലിയ തണുപ്പാണ് വാഴങ്കട. അത് കേട്ടില്ലേ? തണുപ്പ് തിരി കൂടും പണ്ട്. അതെയോ? അവിടുത്തെ ഒരു പ്രകൃതി എങ്ങനെയാണ്, ഭൂപ്രകൃതി. വാഴങ്കട തണുപ്പ്, പാതാക്കര തണുപ്പ്, അങ്ങനെയുണ്ട്. പാതാക്കരയ്ക്ക് ആനയും കൂടിയും പറയത്തില്ല ഇങ്ങനെ തലയിട്ട് തരണ്ടോ ചോദിച്ചാൽ. പാതാക്കര കേട്ടില്ലേ? പാതാക്കര മന, ആ ഭാഗം. പാതാക്കര ശക്തന്മാരുടെ അത് ദിവ്യത്വം. അത് ഇത് കഴിഞ്ഞിട്ട് അതും കൂടി പറയാം. അപ്പോൾ ഇങ്ങനെ അവിടെ ഈ മഞ്ഞത്ത് വന്ന് തൊള്ളയിടുക, എന്നിട്ട് ഒന്നിട്ട് കിട്ടൂല. ഞാനൊന്ന് അങ്ങനെ അനുഭവം ഉണ്ടായിരുന്നേ. ഞാനൊന്നും അവിടേക്ക് വരില്ല എന്ന് പറഞ്ഞു. ഞാൻ നിർബന്ധിച്ച് ഈ കീഴ്പ്പടത്തിനോട് പറഞ്ഞ പോലെ നിർബന്ധിച്ച് പറഞ്ഞിട്ട് വരാമെന്ന് ഏറ്റു. ഞാൻ വരാമെന്ന് ഏറ്റതും അതും ഇവരോടൊന്നും പറഞ്ഞില്ല. നമ്പീശനോട് പറഞ്ഞു തോന്നിയില്ല. ഞാൻ തോന്നിയില്ല, അത് പറയണ്ട തോന്നി. ഇത് വരണ്ടാവില്ല എന്നുള്ളൊരു തോന്നലും തോന്നി എനിക്ക്. അപ്പോൾ ഇങ്ങനെയൊക്കെ ക്ഷണിച്ചാലേ കളിയിലന്നേ അവിടെ ആ ഇറക്കം കണ്ടിട്ടില്ലേ? വാഴങ്കട പോയിട്ടില്ലേ? ആ ഇറക്കം ഇറങ്ങിയിട്ട് ഇങ്ങനെ വരും. ഇത് സാധാരണ ഏഷ്യ പൊന്തണ ആളല്ല അത്, ഈ നമ്പീശനെ. ആ വലിയ ജുബ്ബ അങ്ങനെ ഇട്ടിട്ട് വലിയൊരു തോൽ ബാഗും കയ്യിൽ പിടിച്ചിട്ട് ആരെ ഈ നമ്പീശനെ ക്ഷണിച്ചതായി കേൾക്കാതെ. ആരെ ആരാ ശരിക്കും പ്രധാന പാട്ടുകാരനെ ക്ഷണിക്കപ്പെട്ടിരുന്നത്? പിന്നെ കുറുപ്പും പ്രാന്തിരിയൊക്കെ ഉണ്ടേ. അപ്പോൾ ഞാൻ പറഞ്ഞു, അപ്പോഴും പറഞ്ഞില്ലേ ഞാനാണോ വന്നോട്ടെ. അയാളെ ആരെ ക്ഷണിച്ചെന്നാ ചോദിക്കില്ലല്ലോ. ആശാനോടും ചോദിക്കില്ല, നിങ്ങൾ ആരും ക്ഷണിച്ചാൽ അവിടെ കേൾക്കുന്നല്ലേ. അപ്പോൾ ഇവിടെ വന്നു. അണിയറയിലാണ് പോയിട്ട് അതൊക്കെ വെച്ചിട്ട് തേവരെ തൊഴുകാൻ കാലും മുഖമൊക്കെ കഴുകി വന്നു. അപ്പോൾ ലിസ്റ്റ് ഇടുന്നുണ്ട് അവിടെ. ആ ലിസ്റ്റുകളിലെ ഒരു ക്യാമൻ ആയിക്കോട്ടെ നിരീക്ഷിച്ചിട്ട് നമ്മളെ വക്കീലുണ്ട്, കിഴിയപ്പാട്ടാണ് അയാൾ തോതെ, അവിടെ താമസം. അയാളെയൊക്കെ ലിസ്റ്റ് ഇടാൻ ഇത്ര പാട്ട്. 3-ാം ദിവസം മേളപദം, 3-ാം ദിവസം പകുതി. പിന്നെ നമ്പീശൻ്റെ കൂടെ ആർക്കും ആവാം.
പകുതിയും രംഭാപ്രവേശവും ഉണ്ണീഷ്ണക്കുറിപ്പ്. പിന്നെ രംഭാപ്രവേശം കുറച്ചും ദുര്യോധനവധം പകുതി ഭ്രാന്തിരി. അങ്ങനെ ലിസ്റ്റ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് വിനയത്തോടു കൂടെ ചെന്നിരുന്ന് ലിസ്റ്റൊക്കെ കാണിച്ചു കൊടുത്തു ഈ വക്കീല് അംബീഷൻ്റെ. അതിൻ്റെ അടുത്തേക്കാണ് അണയില്ല. അങ്ങനെ ഒരു ഇതാണത്, പ്രകൃതി. ദേഷ്യമല്ല, ആ യോഗ്യത. അപ്പോൾ അവനുണ്ടോ ഇവിടേക്ക് കുറിപ്പ്? കൂടെ പാടില്ല അന്ന്. അത് കണക്കാം. അയാളെ പിന്നെ അങ്ങോട്ട് ഇതായിക്കൊണ്ടു കുറിപ്പിനെ അങ്ങോട്ടും അതെ. അങ്ങനെ ആകുമല്ലോ അത്. മൂപ്പരുടെ പാട്ട് കഴിഞ്ഞു. മേളപ്പദം കൃഷ്ണക്കുട്ടി പുതാൾ അപ്പുട്ടി പുതാളൊക്കെയാണേ. മേളം എന്ത് കളിയാച്ചില്ല. ഗോപി, ബാഹുബൽ, വെളുത്ത നാളൻ ഷാരോടി, പിന്നെ ദുശാസനാണെന്നാണ് ആരാശാൻ. വിളിച്ചാമ്പളത്തെ അതേപ്പം നിർത്തിക്കൂ. മൂപ്പര് ഇതില്ലേ തോടിയില്ലേ മൂന്നാം ദിവസത്തില്, അത് രാഗം വിസ്തരിക്കും. അത് കേട്ടില്ലേ? അത് രാഗം വിസ്തരിക്കല്. ഇനി ഇതിലും മീതൊന്നും ഉണ്ടാവരുത് വെച്ചിട്ട് പാടി നമ്പീശന്. ഈ ചങ്ങായി അവിടെ ഉണ്ടല്ലോ, ഏറെ ആവാ പാടി കൃഷ്ണ ഗുരുവായൂരപ്പാ എന്ന് പറഞ്ഞിട്ട് ചേങ്ങൽ അവിടെ വെച്ചു. പാട്ട് കഴിഞ്ഞു. കുറിപ്പിണിട്ടു. കുറിപ്പിന് വേഷം കെട്ടലൊന്നുമില്ല. അല്ല, കുറിയിടുക അങ്ങനെയൊന്നുമില്ല. പിന്നെ അങ്ങനെ സ്കെയില് വെച്ച് കുറിയിടുക, പൗഡർ ഇടുക, അതൊന്നുമില്ല. അവിടെ കടക്കുക പോകും. അവിടുന്ന് അയാൾക്ക് തോന്നിച്ചാൽ അയാൾ നീക്കും, അല്ലെങ്കിൽ ആരെങ്കിലും വിളിക്കും. ആ വേഷ്ടി ഒന്ന് മേലെ ചുറ്റും കുടഞ്ഞിട്ട് ഒരു തോർത്തുണ്ട് സർപ്പൊക്കെ തുടയ്ക്കാതെ അതും കയ്യിൽ വയ്ക്കും. അങ്ങോട്ട് ചെല്ലും. മൂപ്പരും കൂടെ ഇറങ്ങണേൻ്റെ അമ്പ കുറിപ്പ് ചെന്നു. ഒരു പറ മൂപ്പരേന് കയറി, ഈ പറ നമ്പീശൻ ഇറങ്ങിന് പോകുന്നു. ആ പാട്ട് കേൾക്കാതിരിക്കാൻ വയ്യ മൂപ്പരക്കവിടെ നമ്പീശന്. പെട്ടിപ്പുറത്ത് വന്നിരിക്കുക അണിയറയിലേ. എനിക്കിപ്പോൾ പോകണം തൂതക്കിലേക്ക് നടന്നു പോകണമെന്ന്. എന്നിട്ട് അവിടെ ഒരാളുണ്ട്, ഒരു സഹായി. അവനെയും കൂട്ടിയിട്ട് കാശിന് പറക്ക് പറയുകയും ചെയ്തു. എന്താ നമ്പീശന് ആശാന് കൊടുക്കണം കുരുന്നംകുട്ടിയെ ചോദിച്ചു. വിജയേട്ടനെ, പഴങ്കട വിജയല്ലേ വേഷക്കാരൻ. 100 റുപ്യാണ് പറഞ്ഞു. 100 പോരാ, 150 കൊടുക്കണം. 50 റുപ്യ ഞാൻ തരാം രാവിലെ. അയാൾ തരുമൊന്നുമില്ല, വെറുതെ പറയാ. അയാൾ ഈ മട്ടന്നെയാണ്. ഞാനത് ഇവരോട് പറഞ്ഞു 150 റുപ്യ ആ കവറിൽ വെക്കണം. 150 വെച്ചു. ഞാൻ തന്നെ കൊടുത്ത് കവറ്. ഞാൻ കാറിലാണ് ഒറ്റപ്പാലത്തു നിന്ന് വന്നെന്ന് പറഞ്ഞു. നുണേ, ഈ വക കാര്യങ്ങൾക്ക് മഹാതാണ് അയാൾ. പാട്ടൊക്കെ കേമാണ്, ഇങ്ങനെ ഒരു കേമനുമില്ല. അതിൽ കാശൊക്കെ ഉണ്ട് ആശാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എത്ര ഉണ്ടാകുന്നു ചോദിച്ചില്ല. പിന്നെ ഒന്നും പറഞ്ഞില്ല. ഈ തുതകിലേക്ക് അങ്ങോട്ട് പോയി ആ പെട്ടി ഇവനെ ഏറ്റി ഒരു ബാല്യക്കാരുണ്ടാവും. അവനെ കൊണ്ടെടുത്ത് പിന്നാലെ പോവുക. നട്ടപ്പാതിരേനെ പോയി തൂത വരെ നടന്നുപോയി. അങ്ങനത്തെ ആളാണ് അംബീഷൻ. എങ്ങനെ പിന്നെ തൂതയിലൊക്കെ പോവാ? എന്തെങ്കിലും തൂതയിൽ അവിടെ പോയിരിക്കാത്രേ വെളിച്ചാവോളം. ആദ്യത്തെ ബസ് വരുവോളേ. കാറിൽ നിന്നൊന്നും വന്നതല്ലേ, കാശ് തോനെ കിട്ടാൻ പറയാനേ. പിന്നെ ഈ പാട്ട് കേൾക്കാൻ വയ്യ അവിടെ. ഈ പാട്ട് കേൾക്കാൻ വയ്യ അയാൾ. കോശവൻ എന്നൊക്കെ പറയും ഇയാളെ. പിന്നെ ലോഗ്യയില്ല, അവസാനം ലോഗ്യായി. അപ്പോഴേക്കും നമ്പീശന് വയ്യാതെ. 4-ാം ദിവസം പാടി കാവില്. അപ്പോൾ മൂപ്പര് ഇങ്ങനെ പാടാൻ സഹായിച്ചായിരുന്നു, കുറിപ്പ് സഹായിച്ചായിരുന്നു. ശങ്കരി പാടുകയാണെങ്കിലും വിവാഹത്തിന് ക്ഷണിച്ചില്ല എന്നാണ് ആക്ഷേപം. അതാ തെറ്റാൻ കാരണം. വിവാഹം നമ്പീശാശാൻ്റെ മകളുടെ വിവാഹം കേമായിട്ട് തലേ ദിവസം ചെന്ന് എല്ലാ ശ്രമത്തിനാണ് കൂടി കുറിപ്പായി. ആശാനാണല്ലോ കൂടി. നല്ല ധിക്കാരിയാണ് ഈ കുറിപ്പേ. ഇളഞ്ചലിനെ ആള് എല്ലാ ശ്രമം എണ്ണം അവിടെ അത് ഇത് എന്നൊക്കെ പറഞ്ഞ് കൂടി മേടിച്ചാൻ പോലെ ഒറ്റ പൊരലിട്ട് പോന്നു. ഉണ്ണീഷ്ണനെ എവിടെയും കാണാനില്ലല്ലോ. ഉണ്ണീഷ്ണൻ പോയി.
എങ്ങോട്ട് അയാളെ വെള്ളിനാഴ്ച അയാൾ കല്യാണത്തിന് സദ്യക്കൊന്നും പോയില്ല. അത്രയ്ക്ക് കേമനോ. എൻ്റെ അവിടെ ഒരു കാര്യം നടക്കുമ്പോൾ അവനെ പ്രത്യേകം ക്ഷണിക്കണോ, ഗുരുനാഥന്മാരുടെ അവിടെ ആണ് ചെന്ന് കൂടണ്ടേ. കൂടുകയൊക്കെ ചെയ്തു, ഭക്ഷണമൊന്നും കഴിച്ചില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പറയലായിരിക്കും, കൂടെ പാടില്ല. പകുതി ഇവിടെ മണിഹാരം കൊടുത്തു വീരങ്കര ഹൈസ്കൂളിൽ വെച്ചിട്ട് കുറുപ്പിനെ. അതിന് അയാളെ എഴുന്നള്ളിച്ച് കൊണ്ടല്ലൊക്കെ ഉണ്ടായിരുന്നു കുറുപ്പിനെ, കാന്തള്ളൂർ പഠിക്കുന്ന നടയെന്ന്. അതിനൊക്കെ കൂടി അതിനൊപ്പം അങ്ങനെ നിൽക്കുക കുറുപ്പിൻ്റെ. കുറുപ്പൊന്നിങ്ങനെ പിന്നാക്കം മാറിയിട്ട് ആശാനല്ലേ, നല്ല ബഹുമാനിച്ചിരുന്നേ. അപ്പോൾ ഇത് ഒപ്പം നടക്ക് എന്നൊക്കെ അങ്ങനെ പറഞ്ഞിട്ട് കുറുപ്പിനോടേ അങ്ങനെ കൂടി പഞ്ചവാദ്യം അവർക്കുണ്ട്. അങ്ങനെ പോയി പാട്ട് കൃഷ്ണനായരും എല്ലാം 3-ാം ദിവസം. അതിന് കഴിഞ്ഞു, ആ പകുതി കഴിഞ്ഞു പോന്നു. കുറുപ്പ് നേപ്പറ വന്നു, ഇദ്ദേഹം നേപ്പറ ഇറങ്ങിപ്പോയി. അപ്പോൾ കൂടെ പാടില്ല. കൃഷ്ണൻകുട്ടി പുതാളും അങ്ങനെയാണ്. അവസാനം ലോകിയായി. പുതാള് ഈ സീനിയർ വേഷത്തിന് സീനിയർ ചണ്ടക്കാരൻ പോകണമെന്നില്ലേ. അപ്പോൾ കൃഷ്ണനായർ ആണല്ലോ, ഏട്ടാ പോണില്ലേ അരങ്ങത്തേക്ക്? ആരോടെ ചോദിക്കണമാരാര് ചോദിക്കാം കൃഷ്ണൻകുട്ടി പുതാളോടെ. ഇല്ല, കൃഷ്ണനായർക്ക് കൂട്ടില്ല. കൂട്ടില്ല എന്നല്ല, നിവൃത്തിയില്ലെങ്കിൽ കുട്ടിന്നൊക്കെ വരും. കൂട്ടില്ല. കുട്ടൻ പോയിക്കോളൂ. കുട്ടനാണ് പിന്നത്തെ വലിയ ആളെ. കുട്ടൻ പോയിക്കോളാൻ പറഞ്ഞു കുട്ടനോട്. ഓട്ടക്കൽ കുട്ടന്മാരെ സാക്ഷാൽ അത് കണ്ടില്ലേ. അയാളെ പോയി കുട്ടിയത്. മറ്റേ ആൾ പിന്നുള്ളതിനൊക്കെ കൂട്ടും. പിന്നെ അണിയറയിൽ ഇരുന്നിട്ട് ഒരു കളിയാക്കലുണ്ട് കൃഷ്ണനാരെ ഈ ആശാന്, ഈ കൃഷ്ണൻകുട്ടി പുതാൾക്ക്. ശരിക്കും ഒരു അന്തര്യായി ഉണ്ട്. അത് അന്തര്യായെന്ന് ആരും പറയില്ല. അയാളുടെ നിലമുണ്ട് ഈ പുതാളുടെ. ചുക്കുള്ളോ സോടെ കാപ്പിയോ വല്ലതുണ്ടോ ഇവിടെ? അവിടെ ഇരുന്നിട്ട് ആരോടൊന്നും ഇല്ലാതെ എന്ത് ശരി കൊടുക്കാനുണ്ടെങ്കിൽ ക്ഷീണിച്ചിട്ടുണ്ടാവും. എന്തൊക്കെ തോന്നിയാസ ആ രംഗത്ത് കാട്ടിയർന്ന്. ശരിക്കും അത് പുതാള് പറയണത് കാര്യം തന്നെ. പക്ഷെ ഒരാളോട് അങ്ങനെ പറയാൻ പാടില്ല.